الصلاة والسلام على من لا نبي بعده. الإمام أبو بكر بن أبي داود رحمه الله. بسم الله الرحمن الرحيم. وبالقدر المقدور أيقن فإنه دعامة عقد الدين والدين أفيح. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. أما بعد. സഹോദരങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഹാഇയ്യ എന്ന കവിതയിൽ അള്ളാഹുവിന്റെ ഖദറുമായി ബന്ധപ്പെട്ട ഭാഗം വിവരിക്കുന്ന വരിയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അദ്ദേഹം പറഞ്ഞു, وبالقدر المقدور أيقن فإنه دعامة عقد الدين والدين أفيح. وبالقدر المقدور أيقن. അള്ളാഹുവിന്റെ അവൻ നിർണയിച്ച ഖദറിൽ, അവന്റെ വിധിയിൽ നീ ഉറച്ചു വിശ്വസിക്കുക. فإنه دعامة عقد الدين. അത് ദീനിന്റെ ഏറ്റവും ബലവത്തായ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ്. ദിആമ എന്നാൽ റുക്ൻ, അടിത്തറ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അഖ്ദുദ്ദീൻ എന്നാൽ ദീനിന്റെ പ്രധാനപ്പെട്ട ഭാഗം, ദീനിന്റെ ആ മുറുക്കി കെട്ടിയ കെട്ടവിടെയാണോ അത്. വദ്ദീനു അഫ്യഹു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വദ്ദീനു അഫ്യഹു, ദീൻ വിശാലമാണ്. അഥവാ ദീനിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ കുല്ലിയാറ്റുണ്ട്, ജുസ്ഇയാറ്റുണ്ട്. ഇതാണ് കുല്ലിയാറ്റ് എന്നാൽ ദീനിന്റെ ഉസൂലുകളാണ്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതില്ലാതെ പോയാൽ ദീൻ ഒന്നാകെ ഇല്ലാതായി പോകും. അതുപോലെ ജുസ്ഇയാറ്റുണ്ട്, ദീനിലെ ഈ പറയപ്പെട്ട വിഷയങ്ങളുടെ അത്ര പ്രാധാന്യമുള്ളതല്ല വിഷയങ്ങൾ. ദീൻ മുഴുവൻ പ്രധാനപ്പെട്ടതാണ്. ദീൻ മുഴുവൻ പ്രധാനപ്പെട്ടതാണ്. ദീനിൽ അകക്കാമ്പും പുറംതൊലിയും എന്നിങ്ങനെ വേർതിരിവില്ല. മറിച്ച് ദീൻ മുഴുവൻ കാമ്പ് തന്നെയാണ്. പക്ഷേ അതിൽ ചിലത് കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. അതില്ലാതായി പോയാൽ ദീൻ ഒന്നാകെ ഇല്ലാതായി പോകും. അതാണ് കുല്ലിയാത്ത്, ഉസൂൽ എന്നൊക്കെ പറയുന്നത്. അതിൽപ്പെട്ടതാണ് ഖദറിലുള്ള, അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം അത് ഉസൂലുൽ ഈമാനിൽ പെട്ടതാണ്. ഈമാനിന്റെ അടിത്തറകൾ, ഈമാൻ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാകണമെങ്കിൽ അവന്റെ വിധിയിൽ വിശ്വസിച്ചിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ വേഷത്തിൽ വന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിച്ച ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹദീസു ജിബ്രീൽ എന്നറിയപ്പെടുന്ന ഹദീസാണത്. അതിൽ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മറുപടി പറഞ്ഞത്? അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. എന്താണ് ഈമാൻ എന്നാൽ? അൻ തുഅ്മിന ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കണം. വമലായികതിഹി, അവന്റെ മലക്കുകളിലും, വകുതുബിഹി, അവന്റെ കിതാബുകളിലും, വറസൂലിഹി, അവന്റെ റസൂലുകളിലും, വൽയൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും, വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, അല്ലാഹുവിന്റെ ഖദറിലും അവന്റെ വിധിയിലും, ഖൈരിഹി വശർരിഹി, അതിലെ ഖൈറിലും ഷർറിലും, പടപ്പുകൾക്ക് ഖൈറായും ഷർറായും അനുഭവപ്പെടുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ വിധി അനുസരിച്ചാണ് എന്ന വിശ്വാസമാണ്. ഇതിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഒരാൾ മുസ്ലിം അല്ല.
അവൻ പിന്നെ മറ്റേത് പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. സഹാബികൾ പറഞ്ഞതുപോലെ ഉഹദ് മലയോളം അവൻ സ്വർണം ചെലവഴിച്ചാൽ പോലും അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിച്ചില്ലേ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അവന്റെ ഒരു കർമ്മവും സ്വീകരിക്കുകയില്ല, അള്ളാഹു സ്വീകരിക്കുകയില്ല. ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി വഫാത്തിന്റെ വേളയിൽ അദ്ദേഹത്തിന്റെ മരണത്തോടടുത്ത സമയത്ത് തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ നിനക്ക് കഴിയുകയില്ല. ഹത്താ തഅലമ അന്നമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക. നീ ഇക്കാര്യം മനസ്സിലാക്കാത്തിടത്തോളം ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ നിനക്ക് സാധ്യമല്ല. ഇക്കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ ഈമാനിന്റെ മധുരം നിനക്ക് ആസ്വദിക്കാൻ കഴിയൂ. എന്താണത്? അന്നമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക. നിനക്ക് വന്നു ഭവിച്ചത്, നിനക്ക് സംഭവിച്ചത്, നിനക്ക് കിട്ടിയത് അതൊരിക്കലും നിനക്ക് കിട്ടാതെ പോകേണ്ടതായിരുന്നില്ല. നിനക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു. വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക. നിനക്ക് കിട്ടാതെ പോയത്, നിന്നെ ബാധിക്കാതെ പോയത് അതൊരിക്കലും നിന്നെ ബാധിക്കേണ്ടതായിരുന്നില്ല. അതങ്ങനെ പോകേണ്ടത് തന്നെയാണ്. ഇത് വിശ്വസിക്കാത്തിടത്തോളം ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ നിനക്ക് സാധ്യമല്ല എന്ന് ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ മകനെ വിളിച്ചു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ പഠിച്ച, സഹാബത്ത് പഠിച്ച പാഠമാണത്. ഈ ഖദറിൽ വിശ്വസിക്കുക നമ്മുടെ ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതില്ല എങ്കിൽ ഈമാനില്ല. അള്ളാഹുവിന്റെ ഖദർ എന്നത് അത് അറ്റമില്ലാത്ത ഒരു കടൽ പോലെയാണ്. അറ്റം കാണാത്ത ഒരു കര കാണാ കടൽ പോലെയാണ് അള്ളാഹുവിന്റെ വിധി എന്ന് പറയുന്നത്. അതിൽ നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹുവിന്റെ ദീനാകുന്ന, അവന്റെ ശറഅാകുന്ന കപ്പലിൽ കയറുക എന്നത് മാത്രമാണ്. അള്ളാഹുവിന്റെ വിധി ഒരു കര കാണാ കടലാണ് എങ്കിൽ, അള്ളാഹുവിന്റെ ഖദർ ഒരു കര കാണാത്ത കടലാണ് എങ്കിൽ അതിൽ രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? റബ്ബിന്റെ ശറഇൽ, അവന്റെ ദീനിൽ, ആ കപ്പലിൽ കയറി രക്ഷപ്പെടുക എന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, നൂഹ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായ മഹാപ്രളയം, തൂഫാൻ, ലോകരെ അന്നുണ്ടായിരുന്നവരെ മുഴുവൻ മുക്കിക്കളഞ്ഞ ആ തൂഫാൻ അള്ളാഹുവിന്റെ വിധിയാണ്. അതിൽ രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ആ ശറഇന്റെ കപ്പലിൽ റബ്ബിന്റെ വിധി അനുസരിച്ചാണ് നൂഹ അലൈഹിസ്സലാം ആ കപ്പലുണ്ടാക്കി. അതിൽ കയറി രക്ഷപ്പെടുകയല്ലാതെ വഴിയില്ല. അള്ളാഹുവിന്റെ ഖദറിനെ അവന്റെ ശറഅ് കൊണ്ട് നേരിടുക. അള്ളാഹുവിന്റെ വിധിയെ റബ്ബ് എന്താണോ നിന്നോട് കൽപ്പിച്ചത് അത് നീ പ്രവർത്തിച്ചുകൊണ്ട് നേരിടുക, അതേ വഴിയുള്ളൂ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മെ ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് നമ്മെ ഓരോരുത്തരെ കുറിച്ച് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. പക്ഷെ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നൊരു കാര്യമുണ്ട്. എന്താണത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്തു ചെയ്യണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പറഞ്ഞത്, അവന്റെ ഇറാദത്ത് എന്താണ്, അത് അള്ളാഹു നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. നീ എന്തു ചെയ്യണമെന്ന് അള്ളാഹു അറിയിച്ചു തന്നു. നിന്നെ എന്തു ചെയ്യുമെന്ന് അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല. ഓരോരുത്തരെ, ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് വഴി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിൽ മഹാന്മാരായ സഹാബത്ത് പലരും ചോദിച്ച ചോദ്യമാണ്. എന്ത്? നബിയെ, കാര്യങ്ങളെല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണോ, അതല്ല പുതുതായി ഉണ്ടാകുന്നതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. സഹാബത്ത്, അവരിൽ മഹാന്മാരായ സഹാബത്ത് ചോദിച്ച ചോദ്യമാണ്, ഫഫീമൽ അമൽ, നബിയെ പിന്നെന്തിനാണ് കർമ്മങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്ത മറുപടിയാണ്, ഇഅ്മലൂ ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്. ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുക, ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്. ഓരോരുത്തരെയും അള്ളാഹു എവിടേക്ക് വേണ്ടിയാണോ പടച്ചത്, എന്തിനു വേണ്ടിയാണോ അള്ളാഹു സൃഷ്ടിച്ചത്, സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ, വൽഇയാദു ബില്ലാഹ്, അതിലേക്ക് അവൻ എളുപ്പം നൽകപ്പെടും. അതിന്റെ പ്രവർത്തനമാണ് അവൻ പ്രവർത്തിക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആയത്ത് ഓതി കൊടുത്തു.
فأما من أعطى واتقى صدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. ആരാണോ നൽകിയത്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചത്, അള്ളാഹുവിന്റെ വാഗ്ദാനം, അവന്റെ താക്കീതുകൾ സത്യപ്പെടുത്തിയത്, അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞ സ്വർഗത്തെ സത്യപ്പെടുത്തി അതിൽ വിശ്വസിച്ചത്, ഫസനുയസ്സിറുഹു ലിൽയുസ്റ, ഏറ്റവും എളുപ്പമായതിലേക്ക് നാം അവന് വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അവൻ സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനം പ്രവർത്തിക്കും. വഅമ്മാ മൻ ബഖില വസ്തഗ്ന, ആരാണോ പിശുക്കിയത്, താൻ പോരിമ നടിച്ചത്, ഏറ്റവും നല്ലതിനെ അവിശ്വസിച്ചത്, ഈ ദീനിനെ അവിശ്വസിച്ചത്, ഫസനുയസ്സിറുഹു ലിൽഉസ്റ, പ്രയാസകരമായതിലേക്ക് നാം അവന് വഴി എളുപ്പമാക്കി കൊടുക്കും. അതുകൊണ്ട് എവിടേക്കാണ് നമ്മുടെ പോക്ക് എന്നതിലേക്കുള്ള സൂചന നമ്മുടെ പ്രവർത്തനങ്ങളാണ്. എവിടെയാണ് പോകാൻ പോകുന്നത്, ഇതിന്റെ അന്ത്യം എന്തായിരിക്കും അതറിയണോ? ഇപ്പോൾ നീ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്ക് നോക്കിയാൽ മതി, അത് അതിലേക്കുള്ള സൂചനയാണ്. ഖൈറാണെങ്കിൽ ഖൈർ, ഷർറാണെങ്കിൽ ഷർ. അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം അത് സഹോദരങ്ങളെ നമുക്ക് നൽകുന്ന ഫലങ്ങൾ ചെറുതല്ല, നിസാരമല്ല. എന്നാൽ റബ്ബിന്റെ വിധിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരുപാട് പേരുടെ കാലിടറിപ്പോയിട്ടുണ്ട്. പലരും ബലാലത്തിൽ വഴികേടിലായി പോയിട്ടുണ്ട്. എന്നതുകൊണ്ട് നമുക്ക് ജാഗ്രത ഉണ്ടായിരിക്കണം, ശ്രദ്ധ വേണം. ശ്രദ്ധയോടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ സിദ്ഖ് വേണം, സത്യസന്ധത വേണം, ആത്മാർത്ഥത വേണം, സത്യം അറിയാനുള്ള താല്പര്യവും ഇഖ്ലാസും ഉണ്ടാകണം. എങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും നല്ല രൂപത്തിൽ അത് മനസ്സിലാക്കി തരും. ദീനിന്റെ ഏത് വിഷയം നമുക്ക് മനസ്സിലായിട്ടില്ലേ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചന പ്രാർത്ഥന നടത്തുക. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, ദീനിന്റെ ഏതെങ്കിലും മസ്അല അദ്ദേഹത്തിന് മനസ്സിലാക്കാതെ പോയാൽ സുജൂദിൽ കിടന്ന് ധാരാളമായി അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു, ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നു. യാ മുഅല്ലിമ ഇബ്രാഹിമ അല്ലിംനി, യാ മുഫഹിമ സുലൈമാന ഫഹിംനി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ച റബ്ബേ, നീ എനിക്ക് പഠിപ്പിച്ചു തരണേ. സുലൈമാന് ഫഹ്മ നൽകിയ, ദീനിനെ കുറിച്ച് ഉൾക്കാഴ്ചയും ഗ്രാഹ്യശേഷിയും നൽകിയ റബ്ബേ, നീ എനിക്ക് ദീൻ മനസ്സിലാക്കി തരണമേ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് സിദ്ഖോടെ മനസ്സിലാക്കി. ഷെയ്ഖുൽ ഇസ്ലാം തന്നെ പറഞ്ഞത് കാണാം, ഒരുപാട് പിഴച്ച കക്ഷികളുടെ പിഴവിനുള്ള കാരണം അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ എന്തിനല്ലാഹു ചെയ്തു, അതെന്തേ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്ന രൂപത്തിൽ അവർക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത കാര്യത്തിൽ അവർ ഊളിയിട്ട് ഇറങ്ങിയതുകൊണ്ടാണ്. അള്ളാഹു ഏതേത് കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുണ്ടോ അതിനു പിന്നിൽ അവന് ഹിക്മത്തുണ്ട് എന്നതറിയാതെ പോയതാണ്. ഒരു ഉണങ്ങിയ ഇല ഒരു കാറ്റടിച്ചാൽ അതിങ്ങനെ പാറി 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 താഴേക്ക് പതിച്ചിട്ടുണ്ടോ, അതിൽ പോലും അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ ഹിക്മത്തുണ്ട്. വെറുതെ അല്ല, ഒന്നും വെറുതെ അല്ല. അള്ളാഹുവിന്റെ യുക്തി അവന്റെ ഓരോ പ്രവർത്തനത്തിനു പിന്നിലുമുണ്ട്. ഇത് ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നിരീശ്വരവാദികൾ. അതുപോലെ സിന്ദീഖുകൾ, ഒരുതരം അന്താളിപ്പിൽ നടക്കുന്ന ആളുകൾ. അതുപോലെ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ചില പിഴച്ച കക്ഷികൾക്കും വാദമുണ്ട് എന്ന്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഹിക്മത്തില്ല, അവന്റെ യുക്തിയില്ല എന്ന്. ഇതുപോലുള്ള തെറ്റായ വിശ്വാസങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത്. യാമുഖം പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, കുട്ടികളോട് എല്ലാം ഈ വിഷയം ശരിക്കും ശ്രദ്ധിക്കാൻ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം, അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം, അതിന് പ്രധാനപ്പെട്ട 3 അടിത്തറകളുണ്ട്, 3 അസാസ്. വളരെ ശ്രദ്ധിക്കുക, 3 അടിത്തറകൾ. അത് നമുക്ക് അഹ്ലുസുന്നത്തിന്റെ ഖദറിലുള്ള വിശ്വാസം എന്താണെന്ന് ചുരുക്കി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും ഈ 3 അടിത്തറകൾ മനസ്സിലാക്കിയാൽ. 1, ഈ ലോകത്ത് സംഭവിക്കുന്ന ഏതേത് കാര്യങ്ങളാകട്ടെ, ഏതെല്ലാം കാര്യങ്ങളാകട്ടെ, അതെല്ലാം 4 പടികളിലൂടെ കടന്നു വന്നവ മാത്രമാണ്. ഖദറിന്റെ 4 പടികളാണ്. മറാത്തിബുൽ ഖദരി അൽ അർബഅ, ഖദറിന്റെ 4 പടികളാണ്. ഒന്നാമത്തേത് അൽ ഇൽം, അള്ളാഹുവിന്റെ അറിവാണ്.
അള്ളാഹുവിന്റെ അറിവ്. അഥവാ അള്ളാഹു അറിയാതെ യാതൊന്നും സംഭവിക്കുകയില്ല. ഏതേത് കാര്യം നടന്നിട്ടുണ്ടോ, ഇപ്പോൾ നടക്കുന്നുണ്ടോ, ഇനി നടക്കാൻ പോകുന്നുവോ, അതേക്കുറിച്ചെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അറിഞ്ഞിരിക്കുന്നു, മുമ്പേ അറിഞ്ഞിരിക്കുന്നു. അവന്റെ അറിവിന് തുടക്കമില്ല. അവൻ സുബ്ഹാനഹു വ തആല അവൻ തുടക്കമില്ലാത്തവനാണ് എന്നതുപോലെ അവന്റെ അറിവും തുടക്കമില്ലാത്തതാണ്. അവൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. അവൻ അറിയാത്തതായി യാതൊന്നും തന്നെയില്ല. അള്ളാഹുവിന്റെ ഏറ്റവും വിശാലമായ വിശേഷണങ്ങളിൽ ഒന്നാണ് അവന്റെ അറിവ്. നോക്കൂ, ഖുർആനിൽ അള്ളാഹു മലായികത്തിന്റെ ദുആയി പറഞ്ഞത് കാണാം. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമൻ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമൻ. ഞങ്ങളുടെ റബ്ബേ, സകലതിനെയും അറിവുകൊണ്ട് വലയം ചെയ്തവനെ, എല്ലാത്തിനെയും, സകലതും അള്ളാഹുവിന്റെ അറിവ് അതിനെല്ലാം ഉൾക്കൊള്ളാൻ വിശാലമായിരിക്കുന്നു. അള്ളാഹു അറിയാത്ത ഒന്നുമില്ല. അതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത്, അതാണ് എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുക. നോക്കൂ നിങ്ങൾ, അള്ളാഹു അറിയുന്നു എല്ലാ കാര്യങ്ങളും. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. എത്രത്തോളം നോക്കൂ നിങ്ങൾ, ശ്രദ്ധിക്കുക. കഴിഞ്ഞുപോയത് അള്ളാഹു അറിയുന്നു, നടന്നുകൊണ്ടിരിക്കുന്നത് അറിയുന്നു, സംഭവിക്കാൻ പോകുന്നത് അറിയുന്നു. അതുപോലെ സംഭവിക്കാത്ത കാര്യം, ഒരിക്കലും നടക്കാത്ത കാര്യം, പക്ഷെ അതെങ്ങാനും സംഭവിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയാകുമായിരുന്നു, അതും അള്ളാഹുവിനറിയാം. ഒരിക്കലും നടക്കാത്ത കാര്യം, പക്ഷെ അതെങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയാണത് സംഭവിക്കുക, അതുപോലും അള്ളാഹുവിനറിയാം. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. ആകാശങ്ങളിലോ ഭൂമിയിലോ അവനല്ലാത്ത, അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹു ഉണ്ടായിരുന്നുവെങ്കിൽ ആകാശങ്ങളും ഭൂമിയും തകർന്നു പോയേനെ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹു ഉണ്ടാവുക എന്നത് അംഹലുൽ മുഹാൽ, അസംഭവങ്ങളിൽ ഏറ്റവും അസംഭവ്യമാണ്. ഒരിക്കലും അതുണ്ടാവുകയില്ല. പക്ഷെ അതെങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു, അള്ളാഹുവിനറിയാം. പരലോകത്ത് ആളുകൾ എത്തിയാൽ, ശിക്ഷ മുന്നിൽ കണ്ടാൽ, അവർ അള്ളാഹുവിനോടൊന്ന് ദുനിയാവിലേക്ക് വീണ്ടും തിരിച്ചൊരു മടക്കം തരുമോ എന്ന് ചോദിക്കും. അള്ളാഹു അതേക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞു, വലൗ റുദ്ദു ലആദു ലിമാ നുഹു അൻ. അവരെങ്ങാനും ദുനിയാവിലേക്ക് മടക്കിയിരുന്നുവെങ്കിൽ അവർ വീണ്ടും പഴയതുപോലെ ആകുമായിരുന്നു. ആരാണ് പരലോകത്തെത്തി തിരിച്ചു ദുനിയാവിലേക്ക് വരിക? ആരെങ്കിലും വരുമോ? ഒരാളും വരികയില്ല. പക്ഷെ അവരെങ്ങാനും വന്നിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അള്ളാഹുവിനറിയാം. അവന്റെ അറിവ് സർവവിശാലമാണ്. അവനറിയാത്ത യാതൊന്നും തന്നെയില്ല. ഇതാണ് മറാത്തിബുൽ ഖദർ, ഖദറിന്റെ പടികളിൽ ഒന്നാമത്തെ. 2, അൽ കിതാബ, കിതാബത്തുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അന്ത്യനാൾ വരെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ആകാശങ്ങളെയും ഭൂമിയെയും പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹു ആ രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. ഒരില പോലും വീഴുകയില്ല, ഒരാൾ ജനിക്കുകയില്ല, മരിക്കുകയില്ല, യാതൊന്നും സംഭവിക്കുകയില്ല. അള്ളാഹു ആ രേഖപ്പെടുത്തിയതല്ലാതെ. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, കതബല്ലാഹു മഖാദീറൽ ഖലായിഖി ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ ബ50,000 സന വഅർശുഹു അലൽ മാ. അല്ലാഹു ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ് പടപ്പുകളുടെ മുഴുവൻ മഖാദീർ, അവരുടെ മുഴുവൻ വിധി നിർണയവും അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ അർശ്, അവന്റെ സിംഹാസനം, അത് ജലത്തിന് മുകളിലാണ്. ആകാശത്തിലെ ജലമുണ്ട്, വെള്ളമുണ്ട്, അതിന് മുകളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറഞ്ഞത് കാണാം, അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദ് ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. നോക്കൂ, ഖദറിന്റെ ഞാൻ ഈ പറഞ്ഞ 2 മർത്തബകൾ, ഖദറിന്റെ 2 മർത്തബ ഏതൊക്കെയാണ്? ഞാൻ ഇതുവരെ പറഞ്ഞ 2 മർത്തബകൾ ഏതൊക്കെ? ഒന്ന് ഇൽമ്, അള്ളാഹുവിന്റെ അറിവ്. രണ്ടാമത്തേത്
കിതാബ്, അള്ളാഹുവിന്റെ എഴുത്ത്. രണ്ടും ഈ ആയത്തിലുണ്ട്. അലം തഅലം, നീ അറിയില്ലേ, നീ അറിഞ്ഞിട്ടില്ലേ, അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹു അറിയുന്നു. ഇന്ന ദാലിക ഫി കിതാബ്, അതെല്ലാം ഒരു കിതാബിൽ, ഒരു രേഖയിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിന് അത് എളുപ്പമാണ്. അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കൂ, കോടാനുകോടി പടപ്പുകൾ കഴിഞ്ഞുപോയി, കോടാനുകോടി പടപ്പുകൾ ജീവിച്ചിരിക്കുന്നു, അവരുടെ ഇനങ്ങൾ തന്നെ എത്രയോ എത്രയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷികൾ എത്രയുണ്ട്, എത്ര തരമുണ്ട്, മൃഗങ്ങൾ എത്ര തരമുണ്ട്, ഇഴജന്തുക്കൾ എത്ര തരമുണ്ട്, അതിൽ ഓരോ തരത്തിലും എത്രയുമുണ്ട്. പടപ്പുകളുടെ എല്ലാം അവരുടെ ജനനമാകട്ടെ, മരണമാകട്ടെ, അവരുടെ ഭക്ഷണമാകട്ടെ, അവരുടെ ജീവിതമാകട്ടെ, അവരുടെ പ്രവർത്തനമാകട്ടെ, ഓരോന്നും അവരുടെ വാക്കും പ്രവൃത്തിയും, ഹറക്കാത്തും സഖനാത്തും, അവരുടെ ചലനങ്ങളും അവരുടെ നിശബ്ദതയും എല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു പ്രയാസവും അള്ളാഹുവിന് ഇല്ല. ഖദറിന്റെ മർത്തബകളിൽ മൂന്നാമത്തേത് അൽ മശീഅ, അള്ളാഹുവിന്റെ ഉദ്ദേശമാണ്. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ സംഭവിക്കുകയില്ല. നോക്കൂ, ഈ ലോകത്ത് കാര്യങ്ങൾ നടക്കാൻ എന്തു വേണം? അള്ളാഹു ഉദ്ദേശിക്കണം. അവന്റെ മുൽക്കിൽ അവൻ ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും നടക്കുകയില്ല. എന്ത് സംഭവിച്ചിട്ടുണ്ടോ അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ടാണ്. ഒരു കാര്യം സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അതല്ലാതെ അള്ളാഹുവിന് അത് സാധിക്കാത്തത് കൊണ്ടല്ല. അള്ളാഹുവിന് ഏത് കാര്യവും സാധിക്കും. അള്ളാഹുവിന് സാധിക്കാത്തതായി യാതൊന്നുമില്ല. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ ചിലത് നടക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്. ഏതു നടക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്. നടക്കാത്തതോ അത് അള്ളാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു. വലൗ ശാ അല്ലാഹു ലജമഅഹും അലൽ ഹുദാ ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ എല്ലാം അവൻ ഹിദായത്തിൽ ഒരുമിച്ച് ചേർക്കുമായിരുന്നു, സന്മാർഗത്തിലാക്കുമായിരുന്നു. അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല. ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ. അതുകൊണ്ട് വിവരമില്ലാത്തവരിൽ നീ പെട്ടുപോകരുത്. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാലാകട്ടെ അതിനെ തടയാൻ ഒരാളുമില്ല. അവന്റെ വിധിയെ തടുക്കാൻ ആരും തന്നെ ഇല്ല. ഇനി നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹു ചിലപ്പോൾ അവൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം, പക്ഷെ അതും അവൻ സംഭവിക്കണമെന്ന് ഉദ്ദേശിക്കും. എന്തിനു വേണ്ടിയാണ്? അവൻ ഇഷ്ടമുള്ള മഹത്തായ ഒരു കാര്യത്തിലേക്കുള്ള വഴിയാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ കുഫറുണ്ട്, ശിർക്കുണ്ട്, വൃത്തികേടുകളുണ്ട്, പാപങ്ങളുണ്ട്, തിന്മകളുണ്ട്. അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അത് സംഭവിക്കണമെന്ന് അവൻ വിധിച്ചിട്ടുണ്ടോ? അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഉറപ്പാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിക്കുക? അള്ളാഹു ഉദ്ദേശിക്കാതെ സംഭവിക്കുകയില്ല. അവൻ ചില കാര്യങ്ങൾ നടക്കണമെന്ന് ഉദ്ദേശിക്കും, അവനത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ കൂടി. എന്തിനു വേണ്ടിയാണ്? അത് അവൻ ഇഷ്ടപ്പെടുന്ന മഹത്തായ ഒരു കാര്യത്തിലേക്ക് നയിക്കും. ഒരു സംശയവുമില്ല. തിന്മകൾ ഈ ലോകത്ത് നിശ്ചയിച്ചതിന് പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്. നേരത്തെ പറഞ്ഞത് മറക്കരുത്. അള്ളാഹുവിന്റെ ഹിക്മത്തില്ലാതെ, അവന്റെ യുക്തിയില്ലാതെ യാതൊന്നും നടക്കുകയില്ല. അപ്പൊ നോക്കൂ, തിന്മകളുടെ റഅസാണ്, അതിന്റെ എല്ലാം തലവനാണ് ഇബ്ലീസ്. സകല ഷർറിന്റെയും തലവനാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അവനെ നിശ്ചയിച്ചിരിക്കുന്നു. അവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അള്ളാഹു അവനെ നിശ്ചയിച്ചിരിക്കുന്നു, അവനെ പടച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അള്ളാഹു അവനെ പടച്ചതിനു പിന്നിൽ അവന്റെ മഹത്തരമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, ധാരാളമുണ്ട്. ചിലത് മാത്രം സംശയം ദൂരീകരിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയട്ടെ. ഉദാഹരണത്തിന്, തിന്മകൾ ഉണ്ട് എന്നതുകൊണ്ടാണ് നന്മക്ക് വിലയുള്ളത്. ഉറപ്പാണ്. ഇരുട്ടും ഉണ്ടാകുമ്പോഴാണ് വെളിച്ചത്തിന്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ നോക്കൂ നിങ്ങൾ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അവൻ തൗബ സ്വീകരിക്കുന്നവനാണ്, ഗഫൂറാണ്, അവൻ തവ്വാബാണ്. നിങ്ങൾ പറയൂ, നമ്മെ പടച്ചതിന് ശേഷം അള്ളാഹുവിന് കിട്ടിയ പേരുകളാണോ ഇത്, ഗഫൂറും തവ്വാബും ഒക്കെ? ഒരിക്കലുമല്ല. അവൻ മുമ്പേ ഗഫൂറാണ്, അവൻ തവ്വാബാണ്. അവന്റെ ആ പേരുകളുടെ താല്പര്യം ഇവിടെ നടക്കണമെങ്കിൽ എന്തു വേണം? തിന്മകൾ ഇവിടെ ഉണ്ടാകണം. തിന്മയിൽ നിന്നാണ് തൗബ ചെയ്യുക, തിന്മയിൽ നിന്നാണ് പാപമോചനം തേടുക. അതുപോലെ നോക്കൂ, തിന്മയും നന്മയും തമ്മിലുള്ള പോരാട്ടം, കുഫറിന്റെ വക്താക്കൾ, ഇമാനിന്റെ വക്താക്കൾ തമ്മിലുള്ള പോരാട്ടം, ജിഹാദ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. തിന്മയില്ലെങ്കിൽ അതെങ്ങനെ നടക്കും?
അൽ അംറു ബിൽ മഅറൂഫ് വനഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക. തിന്മയില്ലെങ്കിൽ അതെങ്ങനെ നടക്കും? നന്മയുടെ ആളുകൾക്കുണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ, ആ ഉപദ്രവങ്ങൾ മുഖേന അള്ളാഹു നന്മയുടെ ആളുകൾക്ക് നൽകുന്ന വമ്പിച്ച പ്രതിഫലം എങ്ങനെ നടക്കും തിന്മയില്ലെങ്കിൽ? അള്ളാഹു റബ്ബുൽ ആലമീൻ അത് നിശ്ചയിച്ചതിനു പിന്നിൽ ഹിക്മത്തുണ്ട്. അതുപോലെ അവൻ അസീസാണ്, അവൻ മഹാപ്രതാപിയാണ്. അവന്റെ ആ പ്രതാപം, ഇസ്സത്ത്, അതിന്റെ പൂർത്തീകരണമാണ് എന്ത്? അവനെ അനുസരിച്ചവരെ അവർക്ക് കാരുണ്യം ചൊരിയുക, അവർക്ക് സ്വർഗം നൽകുക എന്നതിനോടൊപ്പം അവനെ ധിക്കരിച്ചവർ അവൻ ശിക്ഷിക്കും, വെറുതെ വിടുകയില്ല. അവരോടവൻ പ്രതിക്രിയ നടപടി സ്വീകരിക്കും. കാരണം അവൻ അസീസാണ്. അവന്റെ ഖുദ്റത്ത്, അവന്റെ ഇസ്സത്ത് അത് പൂർണ്ണമാകുന്നത് അപ്പോഴാണ്. അവന്റെ എതിരാളികൾ, അവന്റെ ശത്രുക്കളെ അവൻ ശിക്ഷിച്ചാൽ. ഇതെല്ലാം ഇവിടെ സംഭവിക്കണമെങ്കിൽ ഇവിടെ എന്തുണ്ടാകണം? തിന്മകൾ ഉണ്ടാകണം. അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല തിന്മകൾ, എങ്കിൽ കൂടി അവനത് ഉദ്ദേശിക്കുന്നു. എന്തിനു വേണ്ടി? അവൻ ഇഷ്ടപ്പെടുന്നതിലേക്ക് അതിനെ നയിക്കാൻ. നോക്കൂ, ഖദറിന്റെ 4ാമത്തെ പടി ഖൽഖ്, സൃഷ്ടിപ്പ്. അല്ലാഹു റബ്ബുൽ ആലമീൻ സൃഷ്ടിച്ചതുകൊണ്ടാണ്, അവൻ പടച്ചതുകൊണ്ടാണ് ഇവിടെ ആളുകൾ ഉണ്ടായത്, അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചു, നമ്മുടെ പ്രവർത്തനങ്ങളെയും പടച്ചു. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, അല്ലാഹു നിങ്ങളെ പടച്ചിരിക്കുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും പടച്ചിരിക്കുന്നു. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. സൂറത്തു സുമറിൽ അല്ലാഹു പറഞ്ഞതുപോലെ അല്ലാഹുവാണ് സകലതിനെയും പടച്ചത്, അവൻ സകലതിന്റെയും കാര്യങ്ങൾ ഏറ്റെടുത്തവനായിരുന്നു. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെല്ലാം അവന്റെ പടപ്പുകളാണ്. അവരുടെ വിശേഷണങ്ങൾ അല്ലാഹുവിന്റെ പടപ്പാണ്, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. നോക്കൂ നിങ്ങൾ, ഈ 4 ഖദറിന്റെ മറാത്തിബിൽ വിശ്വസിക്കുക എന്നത് അഹ്ലുസുന്നത്തിന്റെ ഖദറിലുള്ള വിശ്വാസത്തിന്റെ അടിത്തറകളിൽ ഒന്നാണ്. ഈ 4 പടികളിൽ മറാത്തിബിൽ വിശ്വസിക്കുക എന്നത്. 2ാമത്തെ അസാസ്, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് മറക്കാതിരിക്കുക. ഖദറിലുള്ള നമ്മുടെ വിശ്വാസം എളുപ്പത്തിൽ മനസ്സിലാകാൻ ഈ 3 അടിത്തറകൾ മനസ്സിലാക്കുക. അതിലൊന്നാണ് ഈ 4 മർത്തബകളിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഉദ്ദേശിച്ചതുകൊണ്ടും അവൻ പടച്ചതുകൊണ്ടുമാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതുമെല്ലാം എന്ന വിശ്വാസം നമുക്കുണ്ട്. അതോടൊപ്പം മനുഷ്യന് അവനവന്റെ പ്രവർത്തനം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഥവാ അള്ളാഹു അവന് അതിനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. അവന് കഴിവ് നൽകിയിട്ടുണ്ട്. അവന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നത് അവൻ തന്നെയാണ്. അതിന്റെ സൃഷ്ടാവ് അള്ളാഹു ആണ് എങ്കിൽ കൂടി അവന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നത് അവനാണ്. ഇത് രണ്ടും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. ഇതെങ്ങനെ ശരിയാകും? രണ്ടും എങ്ങനെ ശരിയാകും എന്ന് ചിന്തിക്കേണ്ടതില്ല, മറിച്ച് ഇത് രണ്ടും യോജിക്കും എന്നത് അഹ്ലുസുന്നത്തിന്റെ അടിത്തറകളിൽ ഒന്നാണ്, അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറകളിൽ ഒന്നാണ്. ഇതെങ്ങനെയാണ്? നോക്കൂ നിങ്ങൾ, നേരത്തെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അതായത് 1ാമത്തെ അസാസിൽ നമ്മൾ പറഞ്ഞു 4 ഖദറിന്റെ മർത്തബ, അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ. നേരത്തെ ശ്രദ്ധിച്ച ശ്രദ്ധ കുറഞ്ഞു പോകരുത്, മറിച്ച് ശ്രദ്ധ കൂടട്ടെ. നേരത്തെ ഉണ്ടായതിനേക്കാൾ ശ്രദ്ധ ഈ മസ്അല, ഈ 2ാമത്തെ അസാസ് പഠിക്കുമ്പോൾ വേണം. ഇനി 3ാമത്തേത് ശ്രദ്ധിക്കുമ്പോൾ ഇതിനേക്കാൾ വേണം. ഞാൻ വെറുതെ പറയുന്നതല്ല. കാരണം ഇവിടെ ആളുകൾക്ക് പാളിപ്പോയിട്ടുണ്ട്, തെറ്റിപ്പോയിട്ടുണ്ട്, കാലിടറിപ്പോയിട്ടുണ്ട്. എന്താണത്? ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല. മനുഷ്യന് മശീഅത്തുണ്ടോ, അവന് ഉദ്ദേശമുണ്ടോ? ഉണ്ട്. അവനവന്റെ പ്രവർത്തനങ്ങൾ അവൻ ഉദ്ദേശിച്ചിട്ടാണോ ചെയ്യുന്നത്, അവൻ തെരഞ്ഞെടുത്തിട്ടാണോ ചെയ്യുന്നത്? യാതൊരു സംശയവുമില്ല. അത് മനസ്സിലാക്കാൻ കിതാബിന്റെയും സുന്നത്തിന്റെയും തെളിവില്ല എങ്കിൽ പോലും ആളുകൾക്ക് മനസ്സിലാവും. നിങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്, കേൾക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്. ഞാൻ ഈ സംസാരിക്കുന്ന വാക്കുകൾ ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ തെരഞ്ഞെടുത്ത വാക്കുകളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതുപോലെ നമുക്ക് നമ്മുടേതായ മശീഅത്ത് ഉണ്ട്. എന്നാൽ അതെല്ലാം അള്ളാഹു ഉദ്ദേശിച്ചതുപോലെയാണ്. അവൻ ഉദ്ദേശിച്ചതല്ലാതെ ഉദ്ദേശിക്കാൻ നമുക്ക് സാധ്യമല്ല.
വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല റബ്ബുൽ ആലമീനായ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. ശ്രദ്ധിക്കുക, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഉദ്ദേശമുണ്ട്, എന്നാൽ അത് അള്ളാഹുവിന്റെ പടപ്പാണ് നമ്മുടെ പ്രവൃത്തി എന്നതിനെതിരല്ല, കുറച്ച് യോജിക്കും. നോക്കൂ, ഖുർആനിൽ അള്ളാഹു രണ്ടും പറഞ്ഞു നോക്കൂ നിങ്ങൾ. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം. അടുത്ത ആയത്ത് എന്താ? ആര് പറയും? വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം. നിങ്ങളിൽ ആർക്കാണോ നേരെ നിൽക്കാൻ, നേർക്ക് നേരെ ഇസ്തിഖാമത്ത് കൈക്കൊള്ളാൻ, നന്നായി ജീവിക്കാൻ ഉദ്ദേശമുള്ളത്, എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. ഇത് രണ്ടിലും വിശ്വസിക്കുക ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. ഇത് രണ്ടും പരസ്പരം എതിരല്ല, പരസ്പരം യോജിക്കുന്നതാണ്. അള്ളാഹുവാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ പടച്ചത്. നമ്മൾ മിണ്ടാതിരിക്കുന്നെങ്കിൽ അതിനെ പടച്ചത് അള്ളാഹുവാണ്. ഇതെങ്ങനെ ശരിയാകും എന്ന് ചിലർക്ക് തോന്നിയേക്കാം. അതിനുള്ള ഉത്തരം ശ്രദ്ധിക്കുക, അതിനുള്ള ഉത്തരം ശ്രദ്ധയോടെ കേൾക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധയായി പോകരുത്. നോക്കൂ നിങ്ങൾ, എന്താണ് കാരണം? അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ പടപ്പുകളെ യാതൊന്നുമില്ലാതെ നേർക്കുനേരെ പടക്കും. അതുപോലെ അള്ളാഹു അവന്റെ ചില പടപ്പുകളിലൂടെ പടക്കും. ഉദാഹരണത്തിന് നോക്കൂ നിങ്ങൾ, ആകാശങ്ങളെ, ഭൂമിയെ അള്ളാഹു യാതൊന്നുമില്ലാതെ പടച്ചിരിക്കുന്നു. യാതൊന്നുമില്ലാതെ അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യരായ നമ്മളെ അള്ളാഹു പടച്ചത് നമ്മുടെ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ്. അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചതുപോലെയല്ല നമ്മളെ പടച്ചത്. മറിച്ച് ഒരു സൃഷ്ടിയിൽ നിന്ന് അള്ളാഹു വേറെ സൃഷ്ടിയെ പടക്കും. ഒരു സൃഷ്ടിയിൽ നിന്ന് മറ്റൊരു സൃഷ്ടിയെ പടക്കും. നോക്കൂ, നമ്മുടെ ഖാലിഖാനാണ്, അള്ളാഹുവാണ്. അതല്ലാതെ നമ്മുടെ ഉപ്പയും ഉമ്മയല്ല. അവർ നമ്മുടെ ഖാലിഖുകളല്ല. മറിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ കാരണക്കാർ മാത്രമാണ്. അവർ അസ്ബാബ് മാത്രമാണ്. നമ്മുടെ വാലിദുകളാണ്, നമ്മുടെ ഖാലിഖാനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മേഘത്തിൽ നിന്ന് മഴ അല്ലാഹു താഴേക്ക് ഇറക്കിയിരിക്കുന്നു. അല്ലാഹു ഭൂമിയിലെ ചെടികളെ എന്തിൽ നിന്ന് പടച്ചിരിക്കുന്നു? വെള്ളത്തിൽ നിന്ന്, മണ്ണിൽ നിന്ന്, വായുവിൽ നിന്ന്, സൂര്യന്റെ വെളിച്ചം കൊണ്ട്, ഇതെല്ലാം കൊണ്ട് അല്ലാഹു ഭൂമിയിൽ ചെടികളെ മുളപ്പിച്ചിരിക്കുന്നു. അല്ലാഹു രണ്ട് രൂപത്തിൽ പടക്കും. ഒന്നിൽ നിന്നുമല്ലാതെ പടക്കും, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചതുപോലെ. മറ്റൊരു സൃഷ്ടിയിൽ നിന്ന് അള്ളാഹു സൃഷ്ടിക്കും. മേഘത്തിൽ നിന്ന് മഴയെ പടച്ചതുപോലെ ചെടിയെ അള്ളാഹു വെള്ളം കൊണ്ടും മണ്ണ് കൊണ്ടും വെളിച്ചം കൊണ്ടും എല്ലാം പടച്ചതുപോലെ, നമ്മെ മാതാപിതാക്കളിൽ നിന്ന് അള്ളാഹു പടച്ചതുപോലെ, ഇതുപോലെ ശ്രദ്ധിക്കുക, ഇതുപോലെ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ പടച്ചിരിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളെ പടച്ചതാരാണ്? അള്ളാഹുവാണ്. എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും, നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പ്രവൃത്തിയും മഖ്ലൂഖാണ്, പടപ്പുകളാണ്, അള്ളാഹുവിന്റെ പടപ്പുകളാണ്. അതോടൊപ്പം അത് നമ്മുടെ പ്രവർത്തികളുമാണ്. ആ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഉത്തരവാദികളുമാണ്. നോക്കൂ നിങ്ങൾ, ഒരു പ്രവർത്തനം ഉണ്ടാകണമെങ്കിൽ ഒരാൾക്ക് അത് ചെയ്യാനുള്ള ഉദ്ദേശം വേണം, അതിനുള്ള കഴിവ് വേണം, തടസ്സങ്ങളില്ലാതിരിക്കണം. ഇത് മൂന്നും യഥാർത്ഥത്തിൽ നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. നമുക്ക് ഉദ്ദേശം നൽകുന്നതും ചെയ്യാനുള്ള കഴിവ് നൽകുന്നതും തടസ്സങ്ങൾ നീക്കുന്നതും അള്ളാഹുവാണ്. അതുകൊണ്ടാണ് നോക്കൂ അള്ളാഹു പറഞ്ഞത്, വജഅൽനാഹും അഇമ്മതൻ യദ്ഊന ബിഅംരിനാ. അവരെ നാം ഇമാമുമാരാക്കിയിരിക്കുന്നു. നമ്മുടെ കൽപ്പന അനുസരിച്ച് അതിലേക്ക് ക്ഷണിക്കുന്ന, അതനുസരിച്ച് ജനങ്ങൾക്ക് പ്രബോധനം നടത്തുന്ന ഇമാമുമാരാക്കിയിരിക്കുന്നു. നല്ല ഇമാമുമാരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. നോക്കൂ, ആയത്ത് ശ്രദ്ധിക്കും നിങ്ങൾ. വജഅൽനാഹും അഇമ്മത യഹ്ദൂന ബിഅംരിനാ. വജഅൽനാഹും അഇമ്മത യഹ്ദൂന ബിഅംരിനാ. നല്ല ഇമാമുമാരെ കുറിച്ച് നാം അവരെ ഇമാമുമാരാക്കിയിരിക്കുന്നു, നന്മയുടെ ഇമാമുമാർ. നോക്കൂ നിങ്ങൾ, ഇതേ പദം അള്ളാഹു ഉപയോഗിച്ചത് വജഅൽനാഹും അഇമ്മതൻ യദ്ഊന ഇലന്നാർ. വജഅൽനാഹും അഇമ്മതൻ യദ്ഊന ഇലന്നാർ. മറ്റൊരു കൂട്ടരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അവരെ നാം നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഇമാമുമാരാക്കിയിരിക്കുന്നു. രണ്ടിടത്തും അള്ളാഹു പറഞ്ഞു നാം അവരെ ആക്കിയിരിക്കുന്നു. കാരണം അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചതേ സംഭവിക്കുകയുള്ളൂ. അതോടൊപ്പം മനുഷ്യന് അവന്റേതായ ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിലുള്ളതുപോലെ, ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം. നിങ്ങൾ ആരാണോ നന്നാകാൻ ഉദ്ദേശിച്ചത് അതുപോലെ. ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഉദ്ദേശപൂർവമാണ്. ഉദ്ദേശം ഇല്ലാതെ ചെയ്ത പ്രവർത്തനങ്ങൾക്കാകട്ടെ നമ്മൾ ഉത്തരവാദിയുമല്ല, അതിന് ഉത്തരവാദിയുമല്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുകാരൻ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ, വെള്ളം കുടിച്ചാൽ അവനവന്റെ നോമ്പ് പൂർത്തിയാക്കട്ടെ. എന്തുകൊണ്ടാണ്? ഫഇന്നമാ അത്അമഹുല്ലാഹ് വസഖാഹ്. അവന് ഭക്ഷണം കഴിപ്പിച്ചത് അല്ലാഹുവാണ്, അവനെ വെള്ളം കുടിപ്പിച്ചത് അല്ലാഹുവാണ്. അവിടെ അവൻ വെള്ളം കുടിച്ചതിനെ, അവൻ ഭക്ഷണം കഴിച്ചതിനെ ആരിലേക്കാണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തി പറഞ്ഞത്? അല്ലാഹുവിലേക്കാണ് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ചേർത്തി പറഞ്ഞത്? പറയുക. നോമ്പുകാരൻ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ അവൻ നോമ്പ് പൂർത്തിയാക്കട്ടെ, വെള്ളം കുടിച്ചാൽ നോമ്പ് പൂർത്തിയാക്കട്ടെ. അവനെ ഭക്ഷണം കഴിപ്പിച്ചതും വെള്ളം കുടിപ്പിച്ചതും അല്ലാഹുവാണ്. അല്ലാഹുവിലേക്ക് ആ പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തി പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഉദ്ദേശമില്ലാതെ ചെയ്തതാണ്. ബാറക്കല്ലാഹു ഫീക്. അയാൾ ഉദ്ദേശിക്കാതെ ചെയ്തതാണ്, മറന്നുകൊണ്ട് ചെയ്തതാണ്. അയാൾ ഉദ്ദേശത്തോടെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അയാൾ ഉത്തരവാദിയാണ്. ഈ രണ്ട് രൂപത്തിൽ മനുഷ്യന് പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഒരാൾ തന്റെ കൈ ആരോഗ്യമുള്ളപ്പോൾ ചലിപ്പിക്കുന്നത് പോലെയല്ല പനി വന്നിട്ട് ഒരാളുടെ കൈ വറക്കുന്നത്. രണ്ടും ഒരുപോലെയാണ്? ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തജാവസ അൻ ഉമ്മതി, ഇന്നല്ലാഹ ഖദ് തജാവസ അൻ ഉമ്മതി അൽ ഖതഅ വന്നിസ്യാന വമസ്തുക്രിഹു അലൈഹി. അല്ലാഹു ഈ ഉമ്മത്തിന് വിട്ടു തന്നിരിക്കുന്നു അവർ മറന്നു ചെയ്യുന്നത്, അബദ്ധത്തിൽ ചെയ്യുന്നത്, അവർ നിർബന്ധിക്കപ്പെടുന്നത്. ഒരാൾ കഴുത്തിൽ കത്തിവെച്ച് ചെയ്യടാ എന്ന് പറഞ്ഞാൽ അവനൊരു കാര്യം ചെയ്യുന്നത് മറ്റൊന്ന് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലാതെയാണ്. ഇത് ചെയ്തേ പറ്റൂ എന്ന രൂപത്തിലാണ്. അവൻ അതിന് ഉത്തരവാദിയല്ല. അള്ളാഹു അവനെ അതിന്റെ പേരിൽ ശിക്ഷിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ കഹ്ഫിൽ അവരവരുടെ ഗുഹയിൽ ഉറങ്ങിക്കിടക്കുന്നു. അള്ളാഹു അവരെ കുറിച്ച് പറയാം, വനുഖല്ലിബുഹും ദാതൽ യമീനി വദാത ശിമാൽ. നാം അവരെ വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ചു കിടത്തി. അവരെ പ്രവർത്തനമാണത്. പക്ഷെ ഉറക്കത്തിലായതുകൊണ്ട് നോക്കൂ നിങ്ങൾ, അള്ളാഹു അതിന് അവനിലേക്കാണ് ചേർത്തി പറഞ്ഞത്. നാം അവരെ തിരിച്ചെടുത്തു. എന്നാൽ പൊതുവെ നോക്കൂ, മനുഷ്യർക്ക് അവരുടെ പ്രവർത്തനങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് മുശ്രിക്കായത്. അവൻ ചെയ്ത ശിർക്കിന് അവൻ ഉത്തരവാദിയായത്. കാഫിറായത്, അവന്റെ കുഫറിന് അവൻ ഉത്തരവാദിയായത്. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് അള്ളാഹു എങ്ങനെയാണ് പറഞ്ഞത്? ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ. നരകത്തിലും അതെ, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ. അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവർ ഉത്തരവാദിയാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവർ ഉത്തരവാദിയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മുടെ തല നമ്മൾ ചലിപ്പിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മൾ ഉദ്ദേശിച്ച. എന്നാൽ നമ്മുടെ ഖൽബ് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഖൽബ് അത് മിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നതാണ്, മറ്റൊന്ന് നമ്മൾ ഉദ്ദേശിക്കാതെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഉദ്ദേശമുണ്ട്, നമുക്ക് നമ്മുടേതായ പ്രവർത്തനങ്ങളുമുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ കാര്യങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കാൻ അഹ്ലുസുന്നത്തിന് മാത്രമേ അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ചിട്ടുള്ളൂ. ഇത് ഒരുമിച്ച് വിശ്വസിക്കാൻ അല്ലാഹുവിന്റെ അറിവോടെ, അവൻ രേഖപ്പെടുത്തിയതനുസരിച്ച്, അവൻ ഉദ്ദേശിച്ചതനുസരിച്ച്, അവൻ പടച്ചത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അതോടൊപ്പം മനുഷ്യൻ അവന്റേതായ ഉദ്ദേശമുണ്ട്, അവൻ അവന്റേതായ പ്രവർത്തനമുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് വിശ്വസിക്കാൻ അഹ്ലുസുന്നത്തിനെ സാധിച്ചിട്ടുള്ളൂ. പിഴച്ച കക്ഷികൾക്ക് ഒന്നുകിൽ ഒന്ന്, അല്ലെങ്കിൽ മറ്റൊന്ന്. ഖദരിയ എന്നറിയപ്പെടുന്ന ഖദർ നിഷേധികൾ, അവർ ഇതിൽ മനുഷ്യന്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ചു. പടപ്പുകളുടെ പ്രവർത്തനമുണ്ട്, എന്നാൽ അള്ളാഹുവിന്റെ വിധി ഇല്ല എന്ന് പറഞ്ഞു. അതോടെ അവർ അള്ളാഹുവിന് പുറമേ സ്രഷ്ടാക്കളുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഓരോരുത്തരും അവരാണ് അവരുടെ പ്രവർത്തനങ്ങളെ പടക്കുന്നത്, അള്ളാഹുവല്ല. അവരുടെ വിശ്വാസപ്രകാരം ജബരിയ എന്ന് പറയുന്ന കക്ഷി ഇവരുടെ നേരെ എതിർഭാഗത്ത് നിൽക്കുന്ന കക്ഷിയാണ്. ഇതാണ് ജബരിയത്തിന്റെ വാദം. ജബരിയത്തിന്റെ വാദം അനുസരിച്ച് മനുഷ്യന് യാതൊരു ഉദ്ദേശവുമില്ല, അവൻ അവന്റെ പ്രവർത്തനങ്ങളുമില്ല. അവൻ മയ്യിത്ത് കട്ടിലിൽ കിടക്കുന്ന മയ്യിത്തിനെ പോലെയാണ്, അവൻ കാറ്റത്താടുന്ന മരത്തെ പോലെയാണ്. നോക്കൂ നിങ്ങൾ, ആ ഗുരുതരമായ വാക്ക് പ്രകാരം അള്ളാഹുവിന്റെ മേൽ അവർ ദുൽമാണ് ആരോപിക്കുന്നത്, അക്രമമാണ് ആരോപിക്കുന്നത്, അതിക്രമമാണ് ആരോപിക്കുന്നത്. മാത്രമല്ല അവർക്ക് തന്നെ ആ വിശ്വാസം അവരുടെ ജീവിതത്തിൽ പാലിക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ്? ഒരു ജബരിയെ തനിക്ക് യാതൊരു കഴിവുമില്ല എന്ന് പറയുന്ന, ഒരു ഉദ്ദേശവുമില്ല, ഒരു പ്രവർത്തനവുമില്ല എന്ന് പറയുന്നവനെ ഒരാൾ വന്ന് അടിച്ചു, അല്ലെങ്കിൽ അയാളുടെ സ്വത്ത് കവർന്നെടുത്തു, അയാൾക്കെങ്ങനെ തന്നോട് കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കാൻ പറയാൻ സാധിക്കും? കാരണം അയാളല്ല പ്രവർത്തിച്ചത്, അയാൾ ഉദ്ദേശിക്കുമില്ല. മറിച്ച് അവൻ
മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുടെ മുന്നിൽ കിടക്കുന്ന മയ്യത്തിനെ പോലെ മാത്രമാണ്. ഇതൊരിക്കലും ശരി. ഈ രണ്ട് വിശ്വാസവും ഇത് കുഫ്റാണ്. ഇത് ഇസ്ലാമിന്റെ യഥാർത്ഥ പാതയിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഒരിക്കലും അവന്റെ പടപ്പുകളോട് അനീതി ചെയ്യുകയില്ല എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ അസാസ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ അറിവും അവന്റെ ഉദ്ദേശവും അവന്റെ രേഖപ്പെടുത്തലും അവന്റെ സൃഷ്ടിപ്പും അനുസരിച്ച് എന്തും നടക്കുകയുള്ളൂ. ഇതും മനുഷ്യർക്ക് അവരുടെ ഉദ്ദേശമുണ്ട്, അവരുടെ പ്രവർത്തനമുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഒരുമിപ്പിച്ച് യോജിപ്പിച്ച് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്ന. അല്ലാത്ത കൂട്ടർക്ക് ഇത് രണ്ടും ഒരുമിച്ച് വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. മൂന്നാമത്തെ അസാസിലേക്ക് ഞാൻ കടക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒന്നുകൂടി ശ്രദ്ധയോടെ ഒന്നുകൂടി സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട മസ്അലയാണ്. അതെന്താണ്? അത് ഹിദായത്തും ഇദ്ലാലും. ഹിദായത്തു വൽ ഇദ്ലാൽ, ഈ മസ്അല. അതായത് പടപ്പുകളെ ഹിദായത്തിലാക്കുക. അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ അവന്റെ ഫദ്ലിനാൽ അവന്റെ ഔദാര്യത്താൽ നേർമാർഗത്തിലാക്കുന്നു. അവൻ ഉദ്ദേശിച്ചവരെ അവന്റെ ആദിലിനാൽ അവന്റെ നീതി മുഖേന അവൻ ബലാലത്തിലാക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്, അവന്റെ യുക്തിയുണ്ട്. ഈ വിശ്വാസമാണ് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട. ഇവിടെയാണ് ഒരുപാട് പേർ വഴിതെറ്റിപ്പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി. നോക്കൂ, ഇതിൽ ആദ്യത്തേത് ഹിദായത്താണ്. ഹിദായത്തിൽ ചില അടിത്തറകളുണ്ട്, അഹ്ലുസുന്നത്ത് വിശ്വസിക്കുന്ന ചില അടിത്തറകൾ. അതിലൊന്നാണ് അള്ളാഹുവാണ് ഹിദായത്ത് നൽകുന്നവർ. അവന്റെ കയ്യിലാണ്, അവന്റെ ഉദ്ദേശം അനുസരിച്ചാണ് ഹിദായത്ത്. ഒരാളുടെ കയ്യിലും അതിന്റെ ഉടമസ്ഥാവകാശമില്ല. അതുണ്ടാകുമായിരുന്നെങ്കിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ അല്ലേ ഉണ്ടാകേണ്ടിയിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ. നബിയെ, താങ്കൾക്ക് താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ സാധ്യമല്ല. അല്ലാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുക. അല്ലാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുക. ഖുർആൻ അല്ലാഹു പറഞ്ഞു, നോക്കൂ, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാ ഇലാ സിറാത്തിൽ മുസ്തഖീം. വല്ലാഹു യദ്ഉ, അവൻ വിളിക്കുന്നു, ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക്, സ്വർഗത്തിലേക്ക്. അവിടെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? കാരണം ദഅവത്ത് എല്ലാവർക്കും ഉള്ളതാണ്, പ്രബോധനം എല്ലാവർക്കും ഉള്ളതാണ്. എന്നാലോ ഹിദായത്ത്, അടുത്ത ഭാഗം നോക്കുന്ന ആയത്തിൽ നിങ്ങൾ വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, ബാക്കി എന്താണ്? ആര് പറയും? വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം. എന്നാൽ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേരായ പാതയിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വഴി നടത്തുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരെ വഴി നടത്തുന്നു. ക്ഷണം എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ ഹിദായത്ത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമാണ്. നോക്കൂ, ഇതുകൊണ്ടാണ് സ്വർഗത്തിൽ ആളുകൾ എത്തിയാൽ അവർ പറയുന്നത് എന്താണ്? വഖാലുൽ ഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്. അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും, ഇതിലേക്ക് ഞങ്ങളെ നയിച്ച, ഹിദായത്തിലാക്കിയ അള്ളാഹുവിന്. അവൻ ഹിദായത്തിലാക്കിയില്ലായിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും ഈ ഹിദായത്ത് ലഭിക്കുമായിരുന്നില്ല. ബറാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഖന്ദഖ് യുദ്ധത്തിൽ, അഹ്സാബ് യുദ്ധത്തിൽ കുഴി കുഴിക്കുകയായിരുന്നു. ആ സമയത്ത് അവർ ചൊല്ലിയ ഒരു ബൈത്തുണ്ട്. എന്താണത്? വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വമാ തസദ്ദഖ്ന വമാ സല്ലൈന. അള്ളാഹുവാണ്, അവനില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഹിദായത്തിലാകുമായിരുന്നില്ല, നമ്മൾ സദഖ നൽകുമായിരുന്നില്ല, നമ്മൾ നിസ്കരിക്കുമായിരുന്നില്ല. ഒന്ന്, അള്ളാഹു ഉദ്ദേശിച്ചവരാണ് അവൻ ഹിദായത്ത്, അത് അവന്റെ ഉടമസ്ഥതയിലാണ്, നമ്മുടെ ആരുടെയും കയ്യിലല്ല. രണ്ടാമത്തേത്, ഹിദായത്ത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അവന്റെ ഫദ്ലാണ്, ഒരാളുടെയും അവകാശമല്ല. അള്ളാഹുവിന്റെ ഫദ്ലാണ്, ഔദാര്യമാണ്. ബലാലത്തായിട്ട് അള്ളാഹുവിന്റെ ആദിനാണ്, അവന്റെ നീതിയാണ്. അള്ളാഹുവിന്റെ ഔദാര്യം ഒരുവന് കിട്ടിയില്ല എങ്കിൽ അതിന് അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. അത് നിന്റെ അവകാശമായിരുന്നില്ല, അള്ളാഹുവിന്റെ ഫദ്ൽ, അവന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് കിട്ടിയതാണ്. അതല്ലാതെ അള്ളാഹുവിനോട് ഒരാൾക്കും അത് പിടിച്ചു വാങ്ങുക സാധ്യമല്ല. നോക്കൂ നിങ്ങൾ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا.
അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹ്യങ്ങളുടെ കൂടെ. അവരെത്ര നല്ല കൂട്ടുകാർ. നോക്കൂ, അടുത്ത ആയത്ത് എന്താണ്? തൊട്ടടുത്ത ആയത്ത്, ദാലികൽ ഫദ്ലു മിനല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്. ഫദ്ല വകഫാ ബില്ലാഹി അലീമ, എല്ലാം അറിയുന്നവനായി അള്ളാഹു മതി, അതുകൊണ്ട് അവന്റെ ഔദാര്യമാണ്. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക, വളരെ വളരെ ശ്രദ്ധിക്കുക. ഹിദായത്തിന്റെ ഉള്ളിലുള്ള മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഹിദായത്തിന്റെ 3 അടിത്തറകൾ. മൂന്നാമത്തേത്, ഹിദായത്ത് അള്ളാഹു അവന്റെ ഉടമസ്ഥതയിലാണ്. 2, ഹിദായത്ത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. 3, ഹിദായത്ത് അള്ളാഹു ഒരുവന് നൽകുക അള്ളാഹുവിന്റെ ഹിക്മത്ത് അനുസരിച്ച്, അവന്റെ യുക്തി അനുസരിച്ച്, അവന്റെ അറിവനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഹിദായത്ത് യോജിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും അത് ലഭിക്കില്ല. ഹിദായത്ത് യോജിക്കാത്ത ചില ഇടങ്ങളുണ്ടാകും. ഹിദായത്ത് നോക്കൂ നിങ്ങൾ, അത് ഒരു അമൂല്യമായ വിലമതിക്കാനാകാത്ത രത്നം പോലെയാണ്. വിലമതിക്കാനാകാത്ത രത്നം. നിങ്ങൾ പറയൂ, വിലമതിക്കാനാകാത്ത ഒരു രത്നം അല്ലെങ്കിൽ ഏതാനും രത്നങ്ങൾ ഒരു ചരടിൽ കോർത്തു ഒരാൾ ഒരു കെൽബിന്റെ, ഒരു നായയുടെ അല്ലെങ്കിൽ ഒരു ഖിൻസീറിന്റെ, ഒരു പന്നിയുടെ കഴുത്തിൽ കെട്ടിയാൽ അയാൾ എന്ത് വിളിക്കും? നമ്മൾ എന്ത് വിളിക്കും? അയാൾക്ക് എന്തെങ്കിലും ഹിക്മത്തുണ്ടോ, ഒരു യുക്തിയുണ്ടോ? ഈ അമൂല്യമായ രത്നങ്ങൾ ആ സ്ഥലത്ത് യോജിക്കുമോ? ഒരിക്കലും യോജിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ രത്നങ്ങളെക്കാളും അമൂല്യമാണ് ഹിദായത്ത്. والكافر أخبث من الكلب والخنزير. والكافر أخبث من الكلب والخنزير. അവിടെ അത് യോജിക്കുകയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് യോജിക്കുന്നവർക്ക് മാത്രമേ അത് നൽകുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ സൂറത്തിൽ തന്നെ, സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തിൽ നമുക്ക് കാണാം, വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അല്ലാഹു നിങ്ങൾക്ക് ഈമാൻ പ്രിയങ്കരമാക്കി തന്നിരിക്കുന്നു. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു അത് അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, കുഫ്റും ഫുസൂഖും ഇസ്യാനും എല്ലാം അല്ലാഹു നിങ്ങൾക്ക് വെറുപ്പാക്കി തന്നിരിക്കുന്നു. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് സന്മാർഗം നേടിയവർ. ശ്രദ്ധിക്കുക, തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയാൻ ഫദ്ലൻ മിനല്ലാഹി വ നിഅമ, അല്ലാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹമാണ് അത്. ബാക്കി എന്താ ആയത്ത് എങ്ങനെയാണ് അവസാനിക്കുന്നത്? അല്ലാഹു അലീമുൻ ഹക്കീം, അല്ലാഹു അലീമാണ്, ഹക്കീമാണ്. അവന്റെ അറിവനുസരിച്ചാണ് അവൻ ഹിദായത്ത് നൽകുക. അവന്റെ ഹിക്മത്ത് അനുസരിച്ച് അതിന് യോജിച്ച ഇടത്തു മാത്രമേ അവൻ ഹിദായത്ത് വെക്കുകയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ആളുകൾ വഴിതെറ്റിപ്പോയ വിഷയമാണ് ഖദർ എന്നതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്നതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധയോടെ ഇരിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ എനിക്ക് നിങ്ങൾക്കും ശരിയായ ഫഹ്മ് നൽകുമാറാകട്ടെ. അവന്റെ ദീൻ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഹിദായത്ത് യോജിക്കുന്നിടത്തല്ലാതെ അത് വെക്കുകയില്ല. നാലാമത്തെ ഹിദായത്തുമായി ബന്ധപ്പെട്ട ഒരു അടിത്തറ, ഹിദായത്തിന് 2 വശമുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാഫിറിന് ഇസ്ലാമിലേക്ക് നൽകുന്ന ഹിദായത്ത്, ഏറ്റവും വലിയ നന്മയായി ഇസ്ലാമിലേക്ക് നൽകുന്ന ഹിദായത്ത്. രണ്ടാമത്തെ ഹിദായത്ത്, അത് ഇസ്ലാമിൽ എത്തിച്ചേർന്ന ഒരാൾക്ക് അതിനപ്പുറത്തുള്ള നന്മയിലേക്ക് നൽകുന്ന ഹിദായത്താണ്. അത് അല്ലാഹു റബ്ബുൽ ആലമീൻ നന്മക്ക് പ്രതിഫലമായി നൽകും. ഉദാഹരണത്തിന് നോക്കൂ, നിങ്ങൾ ഫർദ് എല്ലാവരും നിസ്കരിക്കുന്നു, അത് കഴിഞ്ഞുള്ള സുന്നത്ത് ചിലർ നിർവഹിക്കുന്നു, ചിലർ നിർവഹിക്കുന്നില്ല. കുറ്റമില്ല അത് നിർവഹിക്കാത്തവർക്ക്. കൂടുതലായി അത് നിർവഹിക്കാനുള്ള ഹിദായത്ത് അത് അള്ളാഹു അധികമായി നൽകുന്ന ഹിദായത്താണ്. അതിനും ഹിദായത്ത് എന്ന് പറയും. ഒന്നാമത്തത് ഇസ്ലാമിലേക്ക് ലഭിക്കുന്ന ഹിദായത്ത്. രണ്ടാമത്തത് ഇസ്ലാമിൽ വന്നിട്ടുള്ള ഒരാൾക്ക് കൂടുതൽ നന്മകളിലേക്ക് അള്ളാഹു നൽകുന്ന ഹിദായത്താണ്. നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, മുഅ്മിനുകളെ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ നേരായ വാക്ക് പറയുക
യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. യുസ്ലിഹ് ഇവിടെ ഹായിന് സുക്കൂൻ വന്നത്, ജസ്മ ചെയ്തത്. വയഗ്ഫിർ ആ വാക്കിന് അള്ളാഹു ജസ്മ ചെയ്ത് പറഞ്ഞു. എന്തുകൊണ്ട്? അത് ജവാബാണ്. അതായത് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനം നന്നാക്കി തരും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. വാക്ക് നന്നാക്കിയവൻ അള്ളാഹു പ്രതിഫലമായി അവന്റെ പ്രവർത്തനം അള്ളാഹു നന്നാക്കി കൊടുക്കും. നോക്കൂ, ഒരു സൽപ്രവർത്തനം മറ്റൊരു സൽപ്രവർത്തനത്തിലേക്ക്, ഒരു നന്മ മറ്റൊരു നന്മയിലേക്ക്, ഇങ്ങനെ അള്ളാഹു അത് മുഖേന നയിക്കും. ഇതിന് എമ്പാടും ഉദാഹരണങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹദീസുകളിൽ കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഫുർഖാൻ നൽകും, നന്മയും തിന്മയും വേർതിരിക്കാനുള്ള തൗഫീഖ് നൽകും. മോശക്കാരെയും നല്ലവരെയും പെട്ടെന്നൊരു കാഴ്ച കൊണ്ട് വേർതിരിക്കാൻ പോലും നന്മ കൊണ്ട് അള്ളാഹു ചിലർക്ക് പ്രത്യേകമായ ഫിറാസത്ത്, പ്രത്യേകമായ കഴിവ് അള്ളാഹു റബ്ബുൽ ആലമീൻ ഉൾക്കാഴ്ച നൽകിയേക്കും. ഇതെല്ലാം ഹിദായത്തിന്റെ രണ്ടു വശങ്ങളാണ്. ഒന്ന് ഇസ്ലാമിലേക്ക് ഉള്ള ഹിദായത്ത്, രണ്ട് ഇസ്ലാമിൽ എത്തിച്ചേർന്ന ആൾക്ക് വീണ്ടും വീണ്ടും നന്മയിലേക്കുള്ള ഹിദായത്ത്. ഇനി പറയാനുള്ളത് ഇദ്ലാലിനെ കുറിച്ചാണ്. ഇദ്ലാൽ അഥവാ അള്ളാഹുവിനെ ദലാലത്തിലാക്കുക എന്നതിനെ കുറിച്ച്. ഇതിനേക്കാൾ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതിനും ഞാൻ നേരത്തെ പറഞ്ഞ ദലാലത്തിനുള്ള അതേ പടികൾ ഉണ്ട്, നേരെ എതിർഭാഗം. അഥവാ അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരുവനെ ദലാലത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ അവനെ ഹിദായത്തിലാക്കാൻ ആരുമില്ല, റബ്ബിന്റെ കയ്യിലാണ് കാര്യം. അബൂ താലിബ് എവിടെയാണ് ജീവിച്ചത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ വീട്ടിലാണ്. യാ സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് മുഴുവൻ റഹ്മത്തായിക്കൊണ്ട് അള്ളാഹു നിയോഗിച്ച, ലോകത്ത് ഇത്രയും അനുയായികളുള്ള റസൂലില്ല. അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠ, ഏറ്റവും നല്ല ബയാൻ നൽകപ്പെട്ട, ഏറ്റവും നല്ല നസീഹത്ത് നൽകപ്പെട്ട, അള്ളാഹുവിനെ കുറിച്ച് അവന്റെ പടപ്പുകളിൽ ഏറ്റവും അറിയുന്ന അള്ളാഹുവിന്റെ ഖലീലായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വീട്ടിലാണ് അബൂ താലിബ്. മരിക്കുന്നത് കാഫിറായിട്ടാണ്. സുബ്ഹാനല്ലാഹ്, ഖുറൈശികളുടെ പ്രമുഖനാണ്, നബിയുടെ ഉപ്പയുടെ സഹോദരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മാനുഷികമായ ആർക്കും തന്റെ പ്രിയപ്പെട്ട ബന്ധുവിനോട്, അതോടൊപ്പം ഇത്രയും സഹായങ്ങൾ ചെയ്യുന്ന ആളോട് ഉണ്ടാകുന്ന ഒരാളുടെയും നിയന്ത്രണത്തിലല്ലാത്ത സ്നേഹം, തബീഇയായ സ്നേഹം നബിക്ക് അബൂ താലിബിനോട് ഉണ്ടായിരുന്നു. ആ സ്നേഹം ഒരാൾക്ക് തടുക്കാൻ പറ്റുകയില്ല. അതിന്റെ പേരിൽ ഒരാൾക്കും കുറ്റമോ മറ്റോ ലഭിക്കുകയില്ല. അങ്ങനെയുള്ള അബൂ താലിബ് കാഫിറായി മരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ മരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ദലാലത്തിലാക്കും. അതേസമയം നോക്കൂ നിങ്ങൾ, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു കാതങ്ങൾ താണ്ടി എത്രയോ ദൂരെ നിന്ന് സൽമാൻ ഹിദായത്ത് അന്വേഷിച്ചു വരികയാണ്. അതിനിടയിൽ അടിമയായി പിടിക്കപ്പെടുക വരെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാനെ ചൂണ്ടി പറഞ്ഞത് കാണാം, ലൗ കാനൽ ഈമാനു ബിസുറയ്യ ലനാലഹു റജുലുൻ മിൻ ഹൗലാ. ഈമാൻ അങ്ങ് മുകളിൽ സുരയ്യ നക്ഷത്രത്തിന്റെ മേലെയാണ്, അതിലാണ് എങ്കിൽ പോലും ഇതാ ഇക്കൂട്ടരിൽപ്പെട്ട ആളുകൾ അത് പോയി എടുത്തു വരും. അള്ളാഹു ഹിദായത്ത് നൽകാൻ. മക്കയിൽ എന്ത് സ്ഥാനമാണ് സൽമാനുള്ളത്? മദീനയിൽ എന്ത് സ്ഥാനമാണുള്ളത്? അവിടെയുള്ള ഏതെങ്കിലും പ്രമുഖ ഗോത്രത്തിലല്ല, ദൂരെ നിന്ന് വന്ന് ഗോത്ര പാരമ്പര്യമോ തറവാട്ടു മഹിമയോ ഒന്നും പറയാനില്ലാത്ത സൽമാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകിയ സ്ഥാനം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കൂട്ടത്തിനാണ്. എവിടെയാണ് അബൂജഹൽ, അബൂലഹബ്, അവരുടെ മക്കൾ? ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ സഹാബിയാണ്, ഉപ്പയാണ് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാണ്. അബൂലഹബിന്റെ മക്കൾ മുസ്ലിമീങ്ങളായിട്ടുണ്ട്. അവർ പാരായണം ചെയ്തു തബ്ബത് യദാ അബീ ലഹബി വതബ്. അവർ ഖുർആൻ ഓതുകയാണ്. അബൂലഹബിന്റെ മക്കളിൽ മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ പാരായണം ചെയ്തിട്ടുണ്ട് ഖുർആനിൽ എന്ത്? ഉപ്പയെക്കുറിച്ച് തബ്ബത് യദാ അബീ ലഹബി വതബ്. സുബ്ഹാനല്ലാഹ്, ഇതാണ് ദീൻ എന്ന് പറയും. അള്ളാഹുവിന്റെ, അവനാണ് ഹിദായത്തും ദലാലത്തും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ഹിദായത്തിലാക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ദലാലത്തിലാക്കും. രണ്ട്, ദലാലത്ത് അള്ളാഹുവിന്റെ ആദിലാണ്, നീതിയാണ്, അനീതിയല്ല. ഒരിക്കലും അള്ളാഹു അനീതി ചെയ്യുകയില്ല. ഹിദായത്ത് അള്ളാഹുവിന്റെ ഫദ്ലാണ്, ദലാലത്ത് അള്ളാഹുവിന്റെ അദിലാണ്. ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ ഫദ്ലിനും അദിലിനും ഇടയിലാണ് മുഴുവൻ മനുഷ്യരും. അള്ളാഹുവിന്റെ ഔദാര്യത്തിനും അവന്റെ നീതിക്കും മധ്യേ, അതല്ലാതെ ഒരാളോടും അള്ളാഹു അനീതി ചെയ്യുകയില്ല. മൂന്നാമത്തെ കാര്യം, ആരെ ദലാലത്തിലാക്കണം എന്നത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്, അവന്റെ യുക്തി അതിനു പിന്നിലുണ്ട്. വെറുതെ അള്ളാഹു ഒരുവനെ ദലാലത്തിലാക്കുകയില്ല, അവനെ ദലാലത്തിൽ യോജിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ പ്രിയമുള്ളവരെ ഒരു കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കാര്യം ഖുർആനിൽ അള്ളാഹു പറയുകയാണ്,
നാളെ പരലോകത്ത് നരകത്തിലെത്തിപ്പെട്ടാൽ ആളുകൾ വിലപിക്കും, ഞങ്ങളെ ഒന്ന് തിരിച്ചു മടക്കുമോ? അള്ളാഹു പറയും, അവരെ എങ്ങാനും അള്ളാഹു തിരിച്ചു മടക്കിയിരുന്നുവെങ്കിൽ അവർ എങ്ങനെയാണോ ദുനിയാവിൽ ജീവിച്ചത്, നേരത്തെ ജീവിച്ചത്, അതുപോലെയാണ് ജീവിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇക്കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അബൂലഹബിനെ, അബൂജഹലിനെ, ഉത്ബത്തിനെ, ഷൈബത്തിനെ, ഇതുപോലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളെ പരലോകത്ത് അള്ളാഹു അവരെ എത്തിച്ചു. നരകം അവരെ അനുഭവിപ്പിച്ചു. നരകം മുന്നിൽ കണ്ടു, റബ്ബിന്റെ ശിക്ഷ കണ്ടു, അള്ളാഹുവിന്റെ ദീനാണ് സത്യം എന്നൊക്കെ മനസ്സിലാക്കി. അള്ളാഹു പറയുകയാണ്, അവരെങ്ങാനും ഭൂമിയിൽ തിരിച്ച് അള്ളാഹു മടക്കിയിരുന്നുവെങ്കിൽ, അബൂലഹബ് തന്നെ, അബൂജഹൽ നേരത്തെ അബൂജഹൽ തന്നെ, ഇബ്ലീസ് നേരത്തെ ഉണ്ടായിരുന്ന അതേ ഇബ്ലീസ് തന്നെ, അവർ മാറ്റുകയില്ല. യാ സുബ്ഹാനല്ലാഹ്, ഇത്ര മാത്രം തിന്മയുടെ, വൃത്തികേടിന്റെ, കുഫറിന്റെ കറ പേറുന്നവരെ, മറാത്ത കുഫറിന്റെ ആളുകളെ അവർക്കെങ്ങനെയാണ് ഹിദായത്ത് യോജിക്കുക? അവർക്കെങ്ങനെയാണ് സ്വർഗം യോജിക്കുക? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹിക്മത്താണ് ദലാലത്തിലുള്ളവരെ ദലാലത്തിൽ ആക്കണമെന്നത്. നാലാമത്തെ കാര്യം, ഹിദായത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ദലാലത്തും രണ്ട് ഇനമുണ്ട്. ഒന്നെന്താണ്? ഏറ്റവും വലിയ ദലാലത്ത് അഥവാ കുഫറിൽ ഒരുവൻ അകപ്പെടുക, അല്ലെങ്കിൽ ശിർക്കിൽ അകപ്പെടുക എന്നത്, മുസ്ലിം അല്ലാതിരിക്കുക. അതോടൊപ്പം പിന്നെ ദലാലത്തിന് മുകളിൽ ദലാലത്തുണ്ട്. അതെന്താണ്? ഉദാഹരണത്തിന് ഒരു കാഫിർ, അവന്റെ കുഫറുമായി അവന്റെ ദീനിൽ ജീവിക്കുന്നു, അവൻ ഇസ്ലാമിനെയോ മുസ്ലിമീങ്ങളെയോ ദ്രോഹിക്കാൻ വരുന്നില്ല. അങ്ങനെയുള്ളവനും കാഫിറാവുകയും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ദ്രോഹിക്കുകയും ചെയ്തവൻ, അവന് പരലോകത്ത് നേരത്തെ പറഞ്ഞവനേക്കാൾ ശിക്ഷയുണ്ട്. الذين كفروا وصدوا عن سبيل الله زدناهم عذابا فوق العذاب بما كانوا يفسدون. കുഫറിന്റെ ആളുകളാവുകയും എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവർക്ക് ശിക്ഷക്കുമേൽ നാം ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു പറയുന്നു, ശിക്ഷക്കുമേൽ നാം അവർക്ക് ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കും, അവർ കുഴപ്പമുണ്ടാക്കിയത് കാരണത്താൽ. കുഫറിന്റെ ശിക്ഷയിൽ അവരെല്ലാവരും ശാശ്വതരായി വസിക്കും. അതോടൊപ്പം അതിനു മുകളിൽ ചെയ്ത തിന്മകൾക്ക് ആ ശിക്ഷക്ക് പുറമേ ശിക്ഷ ഉണ്ടായിരിക്കും. ആ ശിക്ഷക്ക് പുറമേ ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അതൊക്കെ ഇസ്ലാം സ്വീകരിക്കാത്തതിന്, അത് ഉപേക്ഷിച്ചതിനുള്ള ശിക്ഷക്ക് പുറമെ കൂടുതൽ തിന്മകൾ ചെയ്യുന്നതിനുള്ള ശിക്ഷ. ഇതുപോലെ തന്നെയാണ് തിന്മ മറ്റൊരു തിന്മയിലേക്ക് നയിക്കും എന്ന കാര്യം ഇതിന്റെ കൂടെ മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, ഈ 3 ഉസൂൽ നമ്മൾ പഠിച്ചു വച്ചാൽ അഹ്ലുസുന്നത്തിന്റെ ഖദറിലുള്ള വിശ്വാസം അത് നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത് പറഞ്ഞത് ഖദറിന്റെ 4 മർത്തബകൾ. രണ്ടാമത് പറഞ്ഞത് മനുഷ്യന്റെ ഉദ്ദേശവും അവന്റെ പ്രവൃത്തിയും, അള്ളാഹുവിന്റെ ഉദ്ദേശവും അവന്റെ സൃഷ്ടിപ്പ്, ഇത് രണ്ടും ഒരുമിച്ച് മനസ്സിലാക്കാൻ അഹ്ലുസുന്നത്തിന് ഒരു പ്രയാസവുമില്ല. മൂന്നാമത് പറഞ്ഞത് ഹിദായത്തിനെ കുറിച്ചും ദലാലത്തിനെ കുറിച്ചുമാണ്. ഹിദായത്ത് അതിന്റെ 4 അടിത്തറകൾ, അതുപോലെ ദലാലത്തിന്റെ 4 അടിത്തറകൾ. ഇനി ഒരു പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് മനസ്സിലാക്കിയാൽ ഇൻഷാ അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ അത് നീങ്ങുന്നതാണ്. ഒന്ന്, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ നീതിയുള്ളവനാണ്, അവൻ ഒരിക്കലും അനീതി ചെയ്യുകയില്ല. ഖുർആൻ അള്ളാഹു പറഞ്ഞു, വമാ ളലംനാഹും, നാം അവരോട് അതിക്രമം ചെയ്തിട്ടില്ല, അവരോടാണ് അതിക്രമം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി ഫജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തദാലമു, ഞാൻ എന്റെ മേൽ ദുൽമ ഹറാമാക്കിയിരിക്കുന്നു. ഫജഅൽതുഹു ബൈനകും മുഹറമൻ, നിങ്ങളിലും നാം അതിക്രമം ഹറാമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അക്രമം പ്രവർത്തിക്കരുത്. അള്ളാഹു അടിമകളോട് അതിക്രമം ഉദ്ദേശിച്ചിട്ട് പോലുമില്ലാത്തവനാണ്, അവൻ ഉദ്ദേശിക്കുക പോലുമില്ല, പിന്നെ എങ്ങനെയാണ് അവൻ അക്രമം ചെയ്യുക? പടപ്പുകൾക്ക് അവരുടെ മനസ്സിൽ നീതിബോധം ഇട്ടു നൽകിയവൻ റബ്ബാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല. അവനാണ് മനസ്സിൽ മനുഷ്യന് നീതിബോധം നൽകിയവൻ. ആ റബ്ബ് എങ്ങനെയാണ് അനീതി ചെയ്യുക? അവൻ പ്രയാസങ്ങൾ, ദുരന്തങ്ങൾ അവന്റെ വിധിയാൽ നിശ്ചയിച്ചാലും, അവൻ ഉദ്ദേശിക്കുന്നവരെ ദലാലത്തിലാക്കിയാലും അവൻ അവരോട് അനീതി ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ പലതവണ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, അള്ളാഹു ഹക്കീമാണ്, അവൻ ഏറ്റവും ഹിക്മത്തുള്ളവനാണ്, അവൻ ഏറ്റവും യുക്തിയുള്ളവനാണ്. അതുമാത്രം മതി നമുക്ക്. അവന്റെ പ്രവർത്തികളിൽ ഓരോന്നിന്റെ പിന്നിലെ ഹിക്മത്ത് നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അള്ളാഹു അങ്ങേയറ്റം ഹിക്മത്തുള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ അത് ധാരാളമാണ്.
അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ പടപ്പുകളെ വെറുതെ പടക്കുകയില്ല. അവൻ വ്യർത്ഥമായി അവരെ സൃഷ്ടിച്ചു വിടുകയില്ല. 3, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ റഹ്മാനും റഹീമുമാണ്. അവൻ ഏറ്റവും കരുണയുള്ളവനാണ്. റബ്ബന വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമൻ. അതുകൊണ്ടാണ് അവർ റസൂലുകളെ നിയോഗിച്ചത്. അവൻ ഹിദായത്തിന് മനുഷ്യന് സൗകര്യം നൽകിയത്, കണ്ണും കാതും കൽബും നൽകിയത്. അവൻ ഒഴിവ് കഴിവുകൾ മനുഷ്യന് നിശ്ചയിച്ച് നൽകിയത്. അയാൾക്ക് ഇന്നത് സാധിക്കാത്തതുകൊണ്ടാണ്, അങ്ങനെ പറ്റാത്തതുകൊണ്ടാണ്. അതിനനുസരിച്ച് അള്ളാഹു ഒഴിവ് കഴിവ് നിശ്ചയിച്ച് നൽകിയത് അതുകൊണ്ടാണ്. 4-ാമത്തെ കാര്യം, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ അറിയുന്നു, നമ്മൾ അറിയുന്നില്ല. അല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിൽ, ആ അറിവിൽ പകുതി അവൻ നിനക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന് വന്നാൽ പോലും, അങ്ങനെ നീ സങ്കല്പിച്ചാൽ പോലും, ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക, അവന്റെ അറിവിൽ പകുതി അവൻ നിനക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന് സങ്കല്പിച്ചാൽ പോലും അള്ളാഹുവിന്റെ വിധിയെ ചോദ്യം ചെയ്യാൻ നിനക്ക് സാധ്യമല്ല. കാരണം എന്താണ്? അതിന്റെ ഹിക്മത്ത്, നിനക്കറിയാത്ത ഹിക്മത്ത് അവൻ നിനക്ക് അറിയിച്ചു തരാത്ത പകുതിയിലായിരിക്കാം, അല്ലേ? എങ്കിൽ സുബ്ഹാനല്ലാഹ്, യഥാർത്ഥത്തിൽ എവിടെയാണ് മനുഷ്യരുടെ അറിവ്? മൂസാ നബി അലൈഹിസ്സലാം ആ കപ്പലിൽ ഖദർ അലൈഹിസ്സലാമിന്റെ കൂടെ സഞ്ചരിക്കവേ ഒരു കുരുവി വന്ന് ആ കപ്പലിന്റെ വക്കത്തിരുന്ന് കടലിലൊന്ന് തന്റെ കൊക്ക് മുക്കിയെടുത്തു. ഖദർ അലൈഹിസ്സലാം മൂസാ നബിയോട് പറഞ്ഞു, മാ ഇൽമി വഇൽമുക വഇൽമുൽ ഖലായിഖി ഫി ഇൽമില്ലാഹ്. എന്റെയും നിന്റെയും പടപ്പുകളുടെ മുഴുവൻ പേരുടെയും അറിവ് അള്ളാഹുവിന്റെ അറിവിനെ തട്ടിച്ചു നോക്കിയാൽ ഇതാ ഇതുപോലെ മാത്രമാണ്. ഈ കുരുവി സമുദ്രത്തിൽ നിന്ന് ഒന്ന് മുക്കിയെടുത്താൽ എന്റെ സമുദ്രത്തിൽ നിന്ന് അതിന് കിട്ടിയത് ഇതുപോലെയാണ് എന്റെയും നിന്റെയും സകല പടപ്പുകളുടെയും അറിവ് അള്ളാഹുവിന്റെ അറിവുമായി തട്ടിച്ചു നോക്കിയത്. ഈ നമ്മളാണോ അള്ളാഹുവിന്റെ വിധിയെ ചോദ്യം ചെയ്യുന്നത്? അതെന്താണ് അങ്ങനെ, അതെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്, പടപ്പുകളുടെ ഒരു കേവല വിജ്ഞാനം അതുപോലും അറിയാത്തവൻ അറിവുള്ളവനെ ചോദ്യം ചെയ്താൽ നമ്മളത് സമ്മതിക്കുകയില്ല. ഒരു വിമാനം പറക്കുകയാണ്, അതിന്റെ കോക്പിറ്റിൽ പൈലറ്റുമാരിയ്ക്കുന്ന സ്ഥലത്ത് കയറിയിട്ട് ഒരാൾ ചോദിക്കുക, എന്തയാൾ അവിടെ പിടിച്ചു വലിക്കുന്നു, ഇവിടെ പിടിച്ചു വലിക്കുന്നു, അതെന്താ അങ്ങനെ, എന്താ ഇങ്ങനെ ചോദിച്ചാൽ എന്താണ് അയാളോട് ചോദിക്കുക? എന്താണ് അയാളോട് ചോദിക്കുക ആളുകൾ? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഡോക്ടറുടെ മുറിയിൽ കയറി ഒരാൾ ചോദിക്കുക, എന്താണ് ഇയാൾ അവിടെ കീറുന്നത്, ഇവിടെ വലിക്കുന്നത്, അവിടെ കത്തി വെക്കുന്നത്, ഇവിടെ മുറിക്കുന്നത്, ഇതെങ്ങനെ ശരിയാ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അയാൾക്ക് കിട്ടുന്ന മറുപടി? ഇവിടെ ഒക്കെ അയാൾക്ക് കിട്ടുന്ന മറുപടി എന്തായിരിക്കും? നീ ആരാണ്, നീ ആരാണ് ഈ ചോദിക്കാൻ? സുബ്ഹാനല്ലാഹ്, ഇത് പടപ്പുകളുടെ അറിവിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, അവന്റെ വിധിയുടെ കാര്യത്തിൽ നമ്മൾ ആരാണ് ചോദ്യം ചെയ്യാൻ? ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ലാ യുസ്അലു അമ്മാ യഫ്അൽ. അള്ളാഹു പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാവതല്ല. വഹും യുസ്അലൂൻ, അവരാണ് ചോദ്യം ചെയ്യപ്പെടുന്നവർ. ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് അള്ളാഹു ചോദ്യം അവനെ ചോദ്യം ചെയ്യപ്പെടാൻ? അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല, അവനെ ചോദ്യം ചെയ്യാവതല്ല. എന്തുകൊണ്ടാണ്? അവന്റെ അറിവ് സമ്പൂർണ്ണമാണ്, അവന്റെ ഖുദ്റത്ത് സമ്പൂർണ്ണമാണ്, അവന്റെ ഹിക്മത്ത് സമ്പൂർണ്ണമാണ്. തീർന്നില്ല, അവന്റെ റഹ്മത്ത് സമ്പൂർണ്ണമാണ്. അവൻ ഏറ്റവും കരുണയുള്ളവനാണ്, അവൻ ഏറ്റവും അറിവുള്ളവനാണ്, അവൻ ഏറ്റവും യുക്തിയുള്ളവനാണ്. അവനെ ചോദ്യം ചെയ്യാവതല്ല. ഇതിനെല്ലാം യോജിച്ചതല്ലാതെ അവന്റെ വിധിയിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുകയില്ല. അതാണ് 5-ാമത്തെ കാര്യം. അള്ളാഹുവിൻ്റെതാണ് കമാൽ മുഴുവൻ, പരിപൂർണത മുഴുവൻ അവൻ്റെതാണ്. എന്നാൽ കുറവും ന്യൂനതയും, എല്ലാത്തിലും ന്യൂനതയുള്ളതും പടപ്പുകൾക്കാണ്. നമ്മുടെ അറിവ് കുറവുകളുള്ളതാണ്, നമ്മുടെ ഹിക്മത്തും നമ്മുടെ റഹ്മത്തും നമ്മുടെ കഴിവും എല്ലാം അതിനാണ് ന്യൂനതയുള്ളത്. അള്ളാഹുവിന്റെ ഒരു വിശേഷണത്തിലും ന്യൂനതയില്ല, മറിച്ച് അവനുള്ളതാണ് കമാലുൽ മുത്ലഖ്. എല്ലാ വിശേഷണങ്ങളുടെയും പരിപൂർണത അള്ളാഹുവിനുള്ളതാണ്. 6-ാമത്തെ കാര്യം, പടപ്പുകൾക്കുമേൽ ഹുജ്ജത്തുള്ളത് അള്ളാഹുവിനാണ്. നമുക്ക് അള്ളാഹുവിന്റെ മേൽ യാതൊരു ഹുജ്ജത്തുമില്ല, ഒരു ന്യായവും പറയാനില്ല. മറിച്ച് ന്യായമുള്ളത് അള്ളാഹുവിന് നമുക്കുമേലാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, റുസുലൻ മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന, ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ മേൽ ഒരു ഹുജ്ജത്തും ഒരു ന്യായവും ബാക്കിയാക്കാതിരിക്കാൻ റസൂലുകളെ, സന്തോഷ വാർത്ത അറിയിക്കുന്ന താക്കീത് നൽകുന്ന റസൂലുകളെ
നിയോഗിച്ചവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കാര്യം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ പടപ്പുകളെ നമ്മെ എങ്ങാനും ഈ ഭൂമിയിലേക്ക് അയക്കാതെ ആദ്യം തന്നെ നരകത്തിൽ നമ്മെ പടക്കാൻ തീരുമാനിച്ചാൽ, ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് നൽകിയില്ല, മറിച്ച് ആദ്യം തന്നെ നരകത്തിൽ പടക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ ആരുണ്ടവനെ തടയാൻ? ഒരാളുമില്ല. ന്യായം നമുക്കെതിരിൽ, അവനെതിരിൽ നമുക്കില്ല, മറിച്ച് നമുക്കുമേൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് ന്യായമുള്ളത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകാത്ത കാര്യം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെല്ലാം അറിയുന്നവനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് സ്വർഗ്ഗക്കാരെന്തു പറയുന്നത്? സ്വർഗ്ഗക്കാർ അവരാണല്ലോ, ഈ സ്വർഗം അനുഭവിക്കുന്ന അവരാണല്ലോ. അവർ പറയുക, വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, ഞങ്ങൾ അള്ളാഹു ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇതിൽ എത്തിച്ചേരുമായിരുന്നില്ല. ഇത് ശ്രദ്ധിക്കുക. നരകക്കാർ എന്തിന് അള്ളാഹു അവനെ നരകത്തിലാക്കി, എന്തിന് അള്ളാഹു അവനെ ദലാലത്തിലാക്കി എന്ന് ചോദിക്കുന്നവരെ നോക്കൂ. നരകത്തിൽ അകപ്പെട്ടവരെന്താണ് പറയുക? വല്ല ന്യായവും അള്ളാഹുവിനെതിരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ പറഞ്ഞേനെ. പക്ഷെ അവർ പറയുക, റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാലീൻ, ഞങ്ങൾ അക്രമികളാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഞങ്ങൾ തെറ്റ് ചെയ്തു എന്നാണ് അവർ വിലപിക്കുക. അതല്ലാതെ അള്ളാഹു ഞങ്ങളോട് അനീതി ചെയ്തു എന്നവർ പറയുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് മനുഷ്യർക്കെതിരിൽ, പടപ്പുകൾക്കെതിരിൽ അള്ളാഹുവിനാണ് എല്ലാ ന്യായവും ഉള്ളത്. ഏഴാമത്തെ കാര്യം, ഖദറിൽ, അള്ളാഹുവിന്റെ ഖദറിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അറിയിച്ചു തരാതെ മറച്ചു വച്ച കാര്യമുണ്ട്. അതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, വഹാ ഹുനാ ഇൻതഹാ ഇൽമുൽ ഇബാദി ബിൽ ഖദർ, പടപ്പുകളുടെ ഖദറിനെ കുറിച്ചുള്ള അറിവ് ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ വിവരിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, ഇവിടെ പടപ്പുകളുടെ അറിവ് അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഖദറിന്റെ വിഷയത്തിൽ ഖുർആനിലും സുന്നത്തിലും വന്നതെന്തോ അത് പഠിക്കുക. ഖുർആനിലും സുന്നത്തിലും വരാത്തതിനെ കുറിച്ച് ചർച്ച വന്നോ, അവിടെ നിന്റെ മനസ്സ് പിശാച് കൊണ്ടുപോയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഓർക്കുക. എന്താണ്? ഇദാ ദുകിറൽ ഖദറു ഫഅംസികൂ, ഇദാ ദുകിറൽ ഖദർ, അല്ലാഹുവിന്റെ ഖദറിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഫഅംസികൂ, അവിടെ നിർത്തുക. എവിടെയാണ് നിർത്തേണ്ടത്? ഖുർആനിലും സുന്നത്തിലും വന്നതിൽ നിർത്തുക. അതിനപ്പുറത്തേക്ക് ഉള്ളത് നിന്റെ മനസ്സിൽ പിശാചു അല്ല ചിന്തയും ഇട്ട് തന്നാൽ അവിടെ അവസാനിപ്പിക്കുക. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് അറിവിൽ നിന്ന് കുറച്ചു മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്നാണ് അള്ളാഹു പറഞ്ഞത്. എട്ടാമത്തെ കാര്യം, ചില അറിവ് നമ്മൾ അറിയാത്തത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഖൈറായിരിക്കും. നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് മാത്രമേ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളൂ. ലൈലത്തുൽ ഖദർ, അതിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹു നീക്കിക്കളഞ്ഞു, അത് അറിയിച്ചു തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലത് എന്നാണ്. അറിയാതിരിക്കുക എന്നതാണ് കൂടുതൽ നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതെന്തിനുള്ള തെളിവാണ്? ചില കാര്യങ്ങൾ അറിയാതിരിക്കുക എന്നത് നമുക്ക് കൂടുതൽ ഖൈറായിരിക്കും. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ചിലത് മറച്ചു വെക്കും. ഒൻപതാമത്തെ കാര്യം, അള്ളാഹുവിനോടുള്ള അദബ് പാലിക്കും, മര്യാദ പാലിക്കും. അള്ളാഹുവിനോടുള്ള അദബ് പാലിക്കും, അള്ളാഹുവിനെ തഅദീം ചെയ്യുക, അവനെ മഹത്വപ്പെടുത്തുക. അവന്റെ മഹത്വത്തിന് യോജിക്കാത്ത, നീ അവന്റെ അബ്ദാണ്, അള്ളാഹു നിന്റെ റബ്ബാണ്, അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞുകൂടാ. അവന്റെ ദീനിനെ കുറിച്ചോ അവന്റെ വിധിയെക്കുറിച്ചോ തമാശ പറഞ്ഞുകൂടാ. അവനോടുള്ള ദുആ ഇത് തമാശയാക്കിക്കൂടാ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇതാ ഈ അടുത്ത് പ്രചരിപ്പിക്കപ്പെട്ട ചെറിയ കുട്ടികളിരുന്ന് മഴ പെയ്യിക്കണേ, വെള്ളപ്പൊക്കം ഉണ്ടാക്കണേ, സ്കൂൾ അവധി കിട്ടാൻ എന്നിങ്ങനെ പ്രാർത്ഥിച്ച് കുട്ടികൾ ചിരിക്കുകയാണ്. ആ കുട്ടികൾക്കരികിലൂടെ ആ വീട്ടിലെ പ്രായമുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഉമ്മത്തിന്റെ വിവരം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. ദുആ അത് പരിഹസിക്കാനുള്ളതാണോ? അള്ളാഹുവിന്റെ ദീനിലെ എന്തെങ്കിലും ഒരു കാര്യം അത് തമാശയാക്കാനുള്ളതാണോ? ഇസ്ലാം അത് പുറത്തു പോകുന്ന കാര്യമാണ്, കുഫ്റാണ്. ദീനിന്റെ ഏതെങ്കിലും ഒരു ചിഹ്നത്തെ, ഏതെങ്കിലും ഒരു കാര്യത്തെ പരിഹസിക്കുക എന്നത് തമാശക്കാണെങ്കിൽ ഇസ്ലാം അത് പുറത്തു പോകുന്ന കാര്യമാണ്. ഈ കുട്ടികൾക്കറിയില്ല, അവരെ തിരുത്തേണ്ട രക്ഷിതാക്കൾക്കും അറിയില്ല. ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത്തരം പരിതാപകരമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൂടാ. ദീൻ നമുക്ക് തമാശ പറയാനുള്ള വിഷയമല്ല. ദീൻ അത് ഗൗരവകരമായ വിഷയമാണ്. നമ്മുടെ പരലോകത്തെ ബാധിക്കും. അള്ളാഹു അവതരിപ്പിച്ച ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച ഗൗരവകരമായ ഈ ഉമ്മത്തിന്റെ ഇമ്മത്ത് നമുക്ക് കൈമാറി തന്നതാണ് ദീൻ. നമുക്ക് തമാശ പറയാനുള്ളതല്ല.
അതുകൊണ്ട് സംസാരിക്കും. അള്ളാഹുവിന്റെ വിധിയെക്കുറിച്ച് പറയുമ്പോൾ മര്യാദ പാലിക്കുക. അള്ളാഹുവിന്റെ ഒരു കളി നോക്ക്, പടച്ചോന്റെ ഒരു കളി, ഇതൊക്കെ ആളുകൾ പറയുന്നത് കാണാം. പറയരുത് സഹോദരങ്ങൾ. അള്ളാഹു ലൈബോ ലഹുവോ പ്രവർത്തിക്കുകയില്ല എന്ന് റബ്ബ് പറഞ്ഞതാ. മര്യാദയില്ലാത്ത വാക്കുകൾ നീ ആരെ കുറിച്ചാണ് പറയുന്നത് എന്ന് ഓർക്കുക. പടപ്പിനെ കുറിച്ചല്ല, എന്റെ റബ്ബിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അവന്റെ മഹത്വത്തിന് യോജിക്കാത്ത ഒരു വാക്കൊരിക്കലും അവനെ കുറിച്ചോ അവന്റെ വിധിയെക്കുറിച്ചോ പറയാൻ പാടില്ല. 10ാമത്തെ കാര്യം ഇത് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ചാകട്ടെ മറ്റേത് വിഷയമാകട്ടെ, നീയത്ത് നന്നാക്കുകയും യഥാർത്ഥ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുകയും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുകയും ചെയ്തവരല്ലാതെ ഇതിൽ ശരിയായ ഹക്കിലേക്ക്, ഒരാൾ ശരിയായ നിലപാടിലേക്ക് ഇതിൽ എത്തിച്ചേരുകയില്ല. ദുനിയാവിലെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അള്ളാഹുവിന്റെ ഖദറിനെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. ദുനിയാവിന് അള്ളാഹു ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും നൽകിയിട്ടില്ല എന്ന് നീ മനസ്സിലാക്കി. പിന്നെയല്ലേ ഈ ദുനിയാവിൽ നന്മയുടെ ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്നത്? എന്തുകൊണ്ട്? അള്ളാഹു ഇതിനൊരു വിലയും നൽകിയിട്ടില്ല. അള്ളാഹു ഇതിനൊരു വിലയും നൽകിയിട്ടില്ല. ഇവിടെ സുഖിച്ചവനാകട്ടെ ദുഃഖിച്ചവനാകട്ടെ, ഇവിടെ അധികാരമുണ്ടായിരുന്നവനാകട്ടെ ഇവിടെ അടിച്ചമർത്തപ്പെട്ടവനാകട്ടെ, എല്ലാവരും മരിക്കും. അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാവരും എത്തിച്ചേരും. അതാണ് ഈ ദുനിയ. അതുകൊണ്ട് ഈ ദുനിയാവിൽ നീ കണ്ണിൽ കാണുന്ന എന്തെങ്കിലും കാര്യം വെച്ച് അള്ളാഹുവിന്റെ വിധിയെ നീ ചോദ്യം ചെയ്യരുത്. ഇവിടെ ദുന്യവിയായ വിജയം അതും മുസ്ലിമീങ്ങൾക്കായിരുന്നുവെങ്കിൽ ഇമാം ബിൻ ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ മുസ്ലിം അല്ലാത്തൊരു മനുഷ്യരോട് ഉണ്ടാവുമായിരുന്നില്ല. കാരണം ദുനിയാവിൽ ഭൗതികമായി ഇത്രയും ക്ഷീണത്തിലായിട്ടും ഈ ദീനിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വരുന്നുവെങ്കിൽ, ഈ ദീനിൽ ആളുകൾ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, ഭൗതികമായ വിജയം കൂടി ഈ ഉമ്മത്തിനായിരുന്നെങ്കിലോ മുസ്ലിം അല്ലാത്തൊരു കുട്ടിയെ നിനക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയല്ല അള്ളാഹു നിശ്ചയിച്ചത്. അള്ളാഹു പരീക്ഷണമായി കൊണ്ടാണ് ഈ ലോകത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ച് ചുരുങ്ങിയ രൂപത്തിൽ പറയാനുള്ളത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈമാനിന്റെ ഏത് കാര്യമാകട്ടെ ശരിയായ രൂപത്തിൽ, ശുഭഹത്തുകൾക്ക് ഇടം കൊടുക്കാത്ത രൂപത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.